ഹായ് ശ്വേത ചേച്ചി. ഹായ് ഗായ്സ്. ഹലോ. നമ്മളെല്ലാരും റെഡിയാണ്. ഇനി ഹായ് പറയാൻ പോകുന്നത് നമ്മുടെ നാട്ടുകൂട്ടത്തിലെ ഗസ്റ്റുകളെയാണ്. ഹായ് ചേച്ചിമാരെ. ഹലോ. ആ യൂണിഫോമിൽ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മുടെ KSRTC ജീവനക്കാരാണ് വന്നിരിക്കുന്നത്. കിളിമാനൂർ ഡിപ്പോയിലെ കണ്ടക്ടർമാരും പിന്നെ ഒരു ഡ്രൈവർ ചേച്ചിയുണ്ട്. പുനലൂരിലെ ഡ്രൈവർ ചേച്ചി ഉഷ ചേച്ചി. ഹായ്. ശരിക്കും ഭയങ്കര റെസ്പെക്ട്ഫുൾ മൊമെന്റ് ആണ് ഇപ്പം എല്ലാവരോടും, നിങ്ങളോടാണെങ്കിലും ഡ്രൈവർ ചേച്ചിയോടാണെങ്കിലും. കാരണം ഉഷ ചേച്ചി ഈ വണ്ടിക്ക് ഓടിക്കാന്ന് പറയുന്നത് ഞാൻ പണ്ട് കൊച്ചിൽ വിചാരിക്കുമായിരുന്നു ഈ ബസ്സൊക്കെ ഓടിക്കുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്, ഭയങ്കര പാടാണ്. കാരണം ഇത്രയും ഒന്നാമതേ വണ്ടി സൈസ് വലുത്, ഇത്രയും ആൾക്കാരെയൊക്കെ വെച്ച് പോകുമ്പോൾ ഞാൻ വിചാരിക്കും ഡ്രൈവറിനാണ് ഇത്രയും വെയിറ്റ്. അല്ല അത് മാത്രല്ല, ഉഷ ഒന്ന് കാണിച്ചു കൊടുക്കോ. ഇത്ര ഒരു ഹെവി വെഹിക്കിളിന് ആരാണ് ഓടിക്കുന്നത്? ഉഷ ഒന്ന് നിക്കോ, ഒന്ന് എണീറ്റ് പറന്നു പോവും. സൂപ്പർ ക്യൂട്ടായിട്ട്. എനിക്ക് ഒരു ഉഷനോട് ഒരു ചോദ്യം ചോദിക്കാൻ. എൻ്റെ അമ്മാവൻ മീൻസ് എൻ്റെ അമ്മയുടെ കസിൻ, അവർക്ക് താനൂരിൽ ബസ് എല്ലാം ഉണ്ടായിരുന്നു. അപ്പൊ എൻ്റെ അമ്മാവൻ ബസ് ഓടിച്ചിട്ടാണ് എൻ്റെ അമ്മായിനെ കല്യാണം കഴിച്ചത്. ഓക്കെ, അപ്പൊ ഇത് ഞാൻ ചെറിയ കുട്ടിയാവുമ്പോ ഞാൻ കേട്ടിട്ടുണ്ട് ഒരുപാട് ഇത്. അപ്പൊ ഉഷ അങ്ങനെ എന്തെങ്കിലും ഇല്ല വേറെ ആരെങ്കിലും? ആകെ ഒരാളേ ഉള്ളൂ, ഉമേഷ്. അത് വിട്ടൊരു കളിയില്ല. അതും വണ്ടി ഓടിച്ചു. അത് മതി. അല്ലടാ, വണ്ടി അതേ ആള് വണ്ടി ഓടിച്ചിട്ടാണോ സ്നേഹിച്ചത്, അല്ല കല്യാണം കഴിച്ചിട്ടാണോ ഈ തൊഴിൽ വന്നത്? ഞാൻ 10-15 വർഷം കൊണ്ട് വണ്ടി ഓടിക്കുന്നുണ്ട്. പക്ഷെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ 1 വർഷം കഴിഞ്ഞതേ ഉള്ളൂ. പക്ഷെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് KSRTC ഞാൻ കയറിയത്. 3 മാസം ആയതേ ഉള്ളൂ. അപ്പൊ അതിലെന്റെ ഹസ്ബൻഡ് കൂടെ ഉണ്ടായതിനു ശേഷം എനിക്ക് കിട്ടിയോണ്ട് ഒരുപാട് സന്തോഷമുണ്ട്. അല്ല, അതുവരെ ഓടിച്ചു എന്ന് പറഞ്ഞില്ലേ ചേച്ചി? അതുവരെ എവിടെ ഓടിച്ചു? പ്രൈവറ്റ് ബസ് ആണോ ഓടിച്ചത് അതുവരെ? ഇല്ല, പ്രൈവറ്റ് ബസ് ഓടിച്ചിട്ടില്ല. നമ്മൾ ഓടിക്കാൻ ചെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവര് പറഞ്ഞെന്ന് പറഞ്ഞാൽ അത് ആണുങ്ങൾക്ക് പറ്റിയൊരു ജോലി അല്ലയോ, അത് പെണ്ണുങ്ങള് ചെയ്യണ്ട എന്നിങ്ങനെ ഒരു പ്രൈവറ്റ് ബസിന്റെ ഒരു ഓണർ പറഞ്ഞായിരുന്നു. ഇവരുടെ ഈ ഒരു ഫേസും ഇന്റർവ്യൂവും അല്ലാതെ ഈ ഒരു കാര്യം കേട്ടിട്ട് അവർക്ക് ഭയങ്കര ഒരു സങ്കടം ഉണ്ടാവും. അത് ഞാൻ KSRTC കയറി ഫസ്റ്റ് തൊട്ടേ ഞാൻ ഈ പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെ പറ്റില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞാൽ അതൊക്കെ ആയിരുന്നു. പോട്ടെ, ഒരു ആണുങ്ങൾ പറഞ്ഞാലും കുഴപ്പമില്ല. നമ്മളെ പോലുള്ള ഒരു ലേഡി തന്നെ അത് പറയുമ്പോൾ നമുക്ക് ചേട്ടനായാലും ചേട്ടന്റെ ഫാമിലി ആയാലും നല്ല സപ്പോർട്ടാണ്. അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ജോലി കിട്ടിയപ്പം നമ്മളെ നല്ല കാര്യം. ശരിക്കും ഉഷ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോ ബസ്സിലുണ്ടായിരുന്നവർക്കായിരിക്കും ഹാർട്ട് അറ്റാക്ക് വന്നിട്ടുണ്ടാവും, ദൈവമേ എന്നുള്ളത്. പക്ഷെ ഇതൊക്കെ പറയുമ്പോ വേറൊരു സ്റ്റോറി ഉണ്ട്. ഹലോ, ആരെയാ ചിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ? രേവതി ചേച്ചി എന്നാണ്ട് സുഖമാണോ? ഇപ്പൊ രേവതി ചേച്ചി നമ്മളിപ്പോ പറഞ്ഞില്ല അവിടെ ബാക്കിയുള്ളവർക്ക് ഹായ് പറയണം, അങ്ങനെയല്ല, രേവതി ചേച്ചി ആയിരിക്കണം ഫാൻസിനോട് ഹായ് പറയേണ്ടത്. ഓ, അത്രയും ഫാൻസ് ഉള്ള ഒരാളാണ് രേവതി ചേച്ചി. ചേച്ചിക്ക് കൊണ്ട് ഒരുപാട് കഥകൾ പറയാൻ. ചേച്ചി വരുന്ന ബസ്സിൽ കയറാൻ കാത്തു നിൽക്കുന്ന ആൾക്കാരുണ്ട്. കറക്റ്റ് ആണോ അല്ലോ അല്ലേ? ഒരുപാട് എക്സാജറേഷൻ ഒന്നും വേണ്ട, ഇച്ചിരി. അല്ല, അത് ഞാൻ ഇവിടെ ഏതോ ചേച്ചി പറയുന്നത് കേട്ടല്ലോ, അങ്ങനത്തെ ഒരു കഥ ഉണ്ടായിരുന്നല്ലോ. അതെന്തെന്ന് വെച്ചാല് ഞാനിപ്പം കുറച്ച് വർഷം കൊണ്ട് ഏകദേശം ഒരു റൂട്ടാ പോകുന്നത്. അതിനകത്ത് സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്ന പാസഞ്ചേഴ്സ് ഉണ്ട്. അപ്പം അതെന്ന് പറഞ്ഞാല് വീട്ടു ജോലിക്ക് പോകുന്ന ചേച്ചിമാരൊക്കെയാ. രാവിലെ പോവും, പിന്നെ പാല് കൊണ്ടുപോകുന്ന അപ്പൂപ്പന്മാരും മാമന്മാരും അങ്ങനെ ഒത്തിരി പേരുണ്ട്. അവർക്ക് ഞാൻ ചെന്നില്ലെങ്കിൽ ഭയങ്കര വിഷമമാണ്. എന്നിട്ട് ചോദിക്കും ദിവസവും വന്നൂടെ എന്നൊക്കെ ചോദിക്കും. എന്നിട്ട് ഈ രാവിലെ പോകുന്ന ചേച്ചിമാരൊക്കെ വൈകുന്നേരം വരുമ്പോഴത്തേക്ക് എന്തൊക്കെ പലഹാരങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് തരും. ക്ഷീണമല്ലേ, കഴിക്കുക. അങ്ങനെ ഭയങ്കര സ്നേഹമുള്ള, അത്രയ്ക്ക് ഞാൻ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്ന എന്റെ ബസ്സാ, എന്റെ റൂട്ടാണത്. ഞങ്ങൾ ടൂറ് പോകുന്ന കണക്കാണ് ഞങ്ങളത് പോകുന്നത്. ശരിക്കും അത് നിങ്ങളുടെ ഒരു ഡെയിലി ലൈഫിൽ സ്ഥിരമായിട്ട് കാണുന്ന കുറച്ച് കഥാപാത്രങ്ങൾ ഉണ്ടാവും. അവരെ നിങ്ങൾക്ക് പേഴ്സണലി അറിയായിരിക്കാം അല്ലേ? ഒരു ലൈഫ് സ്റ്റൈലിന്റെ ഭാഗമാണ്. സ്ഥിരമായിട്ട് ചെയ്യുന്ന തൊഴിലുള്ള ആൾക്കാരെ നിങ്ങൾ ഇമോഷണൽ കണക്ഷനും കൂടെ. എനിക്ക് KSRTC എന്ന് വെച്ചാൽ എന്റെ ജീവരക്തം പോലെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്കും അങ്ങനെ ഒരു ആത്മബന്ധമുണ്ട് KSRTC ആയിട്ട്. എന്റെ ഗ്രാൻഡ് ഫാദർ KSRTCയിലെ എംപ്ലോയി ആയിരുന്നു. നോ മോർ, പക്ഷേ ഹിസ് വാസ് വെരി ഡിയർ ടു മീ. പക്ഷെ അദ്ദേഹം KSRTC എംപ്ലോയി ആയിരുന്നു. അത് മാത്രമല്ലടാ, ഞാൻ KSRTCക്ക് വേണ്ടി എക്സ്ക്ലൂസീവ് ആയിട്ട് ഒരു സിനിമ തന്നെ അതിൽ ഞാൻ വർക്ക് ചെയ്തു. യുവം എന്നാണ് മൂവിയുടെ പേര്. അത് KSRTCയുടെ സ്റ്റോറിയാണ്.
ബസിന്റെ ഡിപ്പാർട്ട്മെന്റിന്റെ സ്റ്റോറിയാണ്. അതെ അതെ അമിത് ചക്കാലക്കൽ അതെ അതെ. അതല്ലേ അടിപൊളി അടിപൊളി. അഖിലിന് എന്തോ പറയാൻ? അല്ല, നമ്മൾ ഈ പത്രത്തിലും ടിവിയിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് കാണാറില്ലേ ചേച്ചി? അതായത് ഇപ്പൊ ബസ്സിൽ വെച്ച് ഒരാൾക്ക് സുഖമില്ലാതെ വന്നു, അപ്പൊ തന്നെ ആ ബസ് നേരെ ഹോസ്പിറ്റലിൽ കൊണ്ട് അവർ രക്ഷപ്പെടുത്തി. അതുപോലെ ബസ്സിൽ വെച്ച് മാല പിടിച്ചു പറിച്ചു, അപ്പൊ തന്നെ അവർ പോവാതിരിക്കാൻ വേണ്ടിട്ട് സ്റ്റേഷനിലേക്ക് ബസ്. അങ്ങനെ എന്തെങ്കിലും അനുഭവം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിയാനായിരുന്നു. എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ചെറിയ ഒരു കുട്ടി 100 രൂപ നോട്ടും കൊണ്ട് ബസ്സിൽ കയറി. ഒരു ടിക്കറ്റ് മാത്രമേ കുട്ടി എടുത്തോളൂ. അപ്പം അമ്മ എന്തിയോ മോനെന്ന് ചോദിച്ചപ്പോഴേക്കും കുട്ടി ആകെ വിഷമത്തിലായി. ഇല്ല ആന്റി, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. തിരുവനന്തപുരത്തേക്ക് ആ ടിക്കറ്റ് എടുത്തത്. അങ്ങനെ കുറെ സമയം കഴിഞ്ഞു, ബാലൻസ് കൊടുത്തില്ല. അപ്പോഴ് വീണ്ടും വന്ന് അന്വേഷിച്ചപ്പോ ഈ കുട്ടി ഒറ്റയ്ക്കേ ഉള്ളൂ, പോകുന്നത് അമ്മാമ്മയുടെ വീട്ടിലേക്കാണ്. പക്ഷേ അമ്മാമ്മയുടെ വീട് എവിടെയെന്ന് കുട്ടിക്ക് അറിയില്ല. തിരുവനന്തപുരം ഒരു സ്ഥലപ്പേര് മാത്രമേ കുട്ടിക്ക് അറിയാവൂ. വീട്ടിൽ പറഞ്ഞോ മോനെ? അതില്ല. വീട്ടിൽ അമ്മയുണ്ടാ മോനെ? അമ്മയുണ്ട്, അറിഞ്ഞിട്ടില്ല. പക്ഷേ വീട്ടിലെ ഫോൺ നമ്പറോ മറ്റു കാര്യങ്ങളോ ഒന്നും മോൻ അറിയത്തില്ല. അപ്പൊ പഠിക്കുന്ന സ്കൂൾ ഏതാന്ന് ചോദിച്ചപ്പോ സ്കൂളിന്റെ പേരറിയാം. അപ്പൊ അടുത്തിരിക്കുന്ന ഒരു ചേച്ചിയുടെ മോനും ആ സ്കൂളിലാണ് പഠിക്കുന്നത്. അങ്ങനെ ആ സ്കൂളിലെ നമ്പർ ചേച്ചി തന്ന്, അങ്ങനെ സ്കൂളുമായി ബന്ധപ്പെട്ട് രക്ഷിതാവിനെ അറിയിച്ച് നമ്മള് തിരുവനന്തപുരം ഡിപ്പോയിലും പോലീസ് സ്റ്റേഷനിലും അറിയിച്ച്, ഡിപ്പോയിൽ എത്തിയപ്പോഴേക്കും സ്കൂളിലെ ടീച്ചർ ഡിപ്പോയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ രക്ഷിതാക്കൾ വരാൻ താമസിച്ചു. അപ്പൊ നമുക്ക് ബസ് ലേറ്റ് ആയിക്കൂടല്ലോ. അപ്പോഴും കുട്ടിയെ ഡിപ്പോയിൽ ഏൽപ്പിച്ചിട്ട് നമ്മൾ സർവീസ് തുടർന്നു. രക്ഷിതാക്കളും ടീച്ചറും കൂട്ടി SM-ന്റെ അടുത്ത് നിന്ന് കുട്ടിയെ കൂട്ടിക്കൊണ്ടുപോയി. ഇന്ന് പ്രൗഡ്ലി നമുക്ക് പറയാം, ഒരു സ്ത്രീക്ക് മാത്രമേ ആ ഒരു കാര്യം ആലോചിക്കാൻ പറ്റുള്ളൂ. ബിക്കോസ് ഒരു അമ്മയാണ് അവര്. അമ്മയ്ക്ക് മാത്രമേ തോന്നുള്ളൂ എവിടെയാണ് ഒരു ടിക്കറ്റ് ഒരു കുഞ്ഞും ചോദിക്കൂല. അത് ആ ഒരു റിഫ്ലെക്സ് എന്ന് പറയില്ലേ, സ്ത്രീകൾക്കാണ് ഉള്ളത്. സോ വെരി ഗുഡ്, വെരി ഗുഡ്. ആസ് എ പ്രൗഡ് ലൈക്ക് നമ്മളിപ്പോ ആസ് എൻ അമ്മ മെമ്പർ, അമ്മ പ്രസിഡന്റ്, ഭയങ്കര പ്രൗഡ് മൊമെന്റ് ആണ്. ബിക്കോസ് ഗണേഷ് ഏട്ടൻ എനിക്ക് തോന്നുന്നു KSRTCക്ക് വേണ്ടി സാധ്യമായ പദ്ധതികൾ കൊണ്ടുവന്നിട്ട് ഒരുപാട് ഇറ്റ്സ് ലൈക്ക് എ ബിഗ് നല്ല അല്ലേ ഗണേഷ് ഏട്ടന്റെ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ കേൾക്കുമ്പോൾ, അല്ലാതെ വീഡിയോസ് കേൾക്കുമ്പോൾ ഐ എം ഫീലിംഗ് സോ പ്രൗഡ്. ഗണേഷ് ഏട്ടാ, യു റോക്ക്. ഇത് പറഞ്ഞപ്പോഴാണ് നമ്മുടെ അടുത്ത് പയ്യൻ 8ാം ക്ലാസ്സിലെ 7ാം ക്ലാസ്സിലെ പഠിക്കുകയാണ്. ഇവന്മാർ വീട്ടിൽ പറയാതെ ടൂർ പോകാൻ വേണ്ടി പോയി. വർക്കല റെയിൽവേ സ്റ്റേഷൻ ചെന്നിട്ട് കൗണ്ടറിൽ ചെന്നിട്ട് 2 ഗോവയെന്ന് ട്രെയിൻ ടിക്കറ്റ് എടുക്കാൻ അപ്പോഴേ പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞു കൊടുത്ത് വീട്ടിൽ. അവർക്ക് അറിഞ്ഞൂടെ ഗോവയിൽ പോകാൻ പോയതാണ്. 8ാം കണ്ട് പഠിക്കുകയാണ് 2 ഗോവയത്. പറഞ്ഞതല്ലേ അവിടെ. അവർക്ക് അറിഞ്ഞൂടല്ല. ഇത് ഇവരുടെ ഒരു ലൈഫ് സ്റ്റൈൽ ആണല്ലോ. നമ്മൾ കേറുന്നു, സ്ഥിരം കാണുന്ന ആൾക്കാരെ തന്നെ കാണുന്നു. അപ്പൊ അവരായിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് അവരുടെ കുടുംബമായിട്ട് അറ്റാച്ച്ഡ് ആയിട്ട് അങ്ങനെയൊക്കെ ഭയങ്കരമായിട്ട് വർത്താനം പറഞ്ഞു പോകുന്നതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഇത്രയും സ്നേഹം. എനിക്ക് തോന്നുന്നില്ല അവര് ജോലിയായിട്ടാണ് ഇത് കരുതുന്നത്. അവർ എൻജോയ് ചെയ്യണം അല്ലേ? സത്യം. അത് അപ്പോ ഒരു ബേസിക്കലി ഒരു യാത്ര, എപ്പോഴും ഒരു യാത്രയാണ്. ഓരോരോ ആൾക്കാർ വരുന്നു, അവരെ മീറ്റ് ചെയ്യുന്നു, അവരെ സന്തോഷം സങ്കടങ്ങളെല്ലാം കേട്ട് അറിയോ അറിയാതെ അവരുടെ ഒരു കുടുംബത്തിന്റെ ഭാഗമാവുന്നു. സോ സോ ക്യൂട്ട്. ഈ യാത്രയില് നമ്മളും ജോയിൻ ചെയ്തിരിക്കുകയാണ് അല്ലെ. ഇനി നമുക്കും ഒരുമിച്ച് ഒരു യാത്ര പോകാം. പക്ഷെ നമ്മുടെ യാത്ര എന്ന് പറയുന്നത് എത്തുന്നത് എവിടെയാ? ചിരിയുടെ യാത്രയിലായിരിക്കും. ചിരി. അതിന് നമ്മള് കോമഡി മാസ്റ്റേഴ്സിന്റെ സ്റ്റാൻഡിൽ എത്തിയാലേ പറ്റുള്ളൂ. എന്നാ മണി അടിക്കട്ടെ. ആദ്യത്തെ സ്കിറ്റ് കാണാം. മണി അടിച്ചോ. ടിങ് 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 ടിങ്. സാറേ, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാതെ ഇതിനൊരു തീരുമാനം ഉണ്ടാക്ക്. സാറിന്റെ പറഞ്ഞിലിട്ടവയ്ക്ക് ഞാൻ കൊണ്ടുവന്ന് വണ്ടി ഇടിച്ചു കയറ്റിയെന്ന്. ഇത് പഞ്ചറായി കൊണ്ട് നിർത്തിക്കണല്ലേ. സാർ ഒരു കാര്യം ചെയ്യ്, അടുത്ത ഡിപ്പോയിൽ നിന്ന് വർക്ക്ഷോപ്പ് ഞാൻ വരാൻ പറ. ഞാൻ വിളിച്ച് അവർ പറയണ വന്നപ്പോ അത് പഞ്ചറായി പോയി. ദൈവമേ, അപ്പൊ ഇനി വേറെ വർക്ക്ഷോപ്പ് മാൻ അത് നന്നാക്കാൻ വേണ്ടി വരേണ്ടി വരുമോ? അതാണ് എന്റെ പ്രാർത്ഥന, ഇനി വരണ വണ്ടിയുടെ പഞ്ചറാവല്ലേ എന്ന്. എന്ത് കഷ്ടമെന്ന് ആലോചിച്ച് നോക്കണേ. അതെ, വാ. ഇപ്പൊ തന്നെ പാസഞ്ചേഴ്സ് ഓരോന്ന് പറയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്, ടിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എന്റെ അടുത്ത് കറങ്ങല്ലെന്ന് ഓരോന്ന് പറയണത്. ഇതൊക്കെ എന്റെ ഭാര്യ അറിഞ്ഞു എന്ത് സംഭവിക്കും? അവര് പിണങ്ങി പോകൂലേ? അവളെ പിണയിപ്പ് കഴിഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്കാവൂലേ? ഒറ്റയ്ക്കായി കഴിഞ്ഞാൽ നീ സമാധാനം വരൂലേ? നീ സമാധാനം വന്നു കഴിഞ്ഞാൽ ആൾക്കാർ ഇത് കാണൂലേ? നമ്മളെ കെട്ടിപ്പിടിച്ചോണ്ട് നിൽക്കൂലേ? കെട്ടിപ്പിടിച്ച് നിന്ന് കഴിഞ്ഞാൽ ആൾക്കാർ നമ്മളെ പിടിച്ച് കെട്ടിക്കൂലേ? കെട്ടിച്ച് കുട്ടികളുണ്ടാവൂലേ? ഈ കുട്ടികൾ ആര് നോക്കും? ഈ ശമ്പളം കൊണ്ട് പറ്റുമോ? ശമ്പളം കൊണ്ട് പറ്റുമോ? വേറെ ജോലിക്ക് പോകണം. ഞാൻ വല്ല ഗൾഫിൽ പോവാ, അല്ല വേറെ നിവർത്തിയില്ല കേട്ടാ. സാറിത് ഏത് റൂട്ടില് വണ്ടി ഓടിക്കണേ? അല്ല, നമ്മളെ ഗോസിപ്പിന്റെ കേസ്. ഗോസിപ്പ് പറഞ്ഞു നല്ല പറഞ്ഞത്. പിന്നെ പാസഞ്ചേഴ്സ് ചീത്ത വിളിക്കാൻ തുടങ്ങിയെന്ന് സാറിനെ. അതേ നേരത്തെ അറിഞ്ഞു. അതെങ്ങനെ?
അച്ഛനമ്മ വിളിച്ച് പറയും തുമ്മലിന്റെ മരുന്ന് വാങ്ങിച്ചോണ്ടല്ലേ ഹച്ചി എന്നെയും പറഞ്ഞു തുടങ്ങിയ മാതിരി നിന്നെയും പറഞ്ഞു തുടങ്ങിയ ആൾക്ക് സാറേ എന്തോന്ന് എന്താ ഞാൻ തുമ്മിയത്? അതായിരുന്നു ഞാൻ പറയുന്നത്. അതെ, എനിക്കിപ്പോ ഇത് ഇപ്പൊ എന്തോ ചെയ്യുന്നു. എനിക്കാണെങ്കിൽ കാര്യം പറ, എന്താണ് വിഷയം എന്ന് പറ. വിഷയം എന്താണെന്ന് പറ. വിഷയം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് കിടന്ന് ഒരുത്ത ഭയങ്കര ബഹളം. ആര് ബഹളം വെക്കണം? ആ കായംകുളം NH എത്തിയപ്പോഴേ റോഡിന്റെ നടുവിൽ ഇതാണ്ട് ഇങ്ങനെ കൈ കാണിച്ച് ബസ് നിർത്തി ഒരു കുടിയും കേറിയില്ലേ. ഓ, അയാളെ കൊണ്ട് ഭയങ്കര ശല്യം. ആളുകൾക്ക് ശല്യം, നമുക്ക് ശല്യം, മൊത്തം ശല്യം. എന്ത് ചെയ്യോന്ന് പറ. സ്വന്തം വണ്ടിയാണെങ്കിൽ കയറ്റാതിരിക്കായിരുന്നു. KSRTC ബസ്സായി പോയി. കൈ കാണിച്ച കയറ്റിയല്ലേ പറ്റൂ. ഓരോരുത്തന്മാരും ഇത് യാറുക്കാഹ സാറേ ഒരു കാര്യം സാറേ ഞാൻ ഒരു സാറേ സാറേ എന്താണ് അതിന്റെ പ്രശ്നം? കുറെ നേരമായി ബസ് കൊണ്ടൊന്ന് കാറ്റിന്റെ ഇടയിൽ ഇട്ടേക്കണ്. നാട്ടുകാർക്ക് ബിവറേജിൽ പോണ്ടേ? യാത്രക്കാർക്ക് വീട്ടിൽ പോണ്ടേ? അതെ അതെ, പിന്നെ വർക്ക്ഷോപ്പ് മാൻ വിളിച്ചിട്ടുണ്ട് അടുത്ത ഡിപ്പോയിൽ നിന്ന്. അവര് വരും, വന്ന് നന്നാക്കുമ്പോ വീട്ടിൽ പോവാ. പറഞ്ഞ മനസ്സിലായ സാറേ? തോണ്ട ഇല്ല സാർ, ബസ് ആണാണോ പെണ്ണാണോ? എടാ അതൊന്നുമല്ല. എടാ തനിക്ക് അറിഞ്ഞൂടെ, നമ്മുടെ ഒരു വണ്ടി കംപ്ലൈന്റ് ആയി കഴിഞ്ഞ് ഞാൻ അതാണ്ട് ഇങ്ങനെ കുനിഞ്ഞ് നിന്ന് അടിയിലോട്ട് നോക്കണം. അത് KSRTC ഒരു അലിഖിത നിയമമാണ്. അല്ലാതെ ബസ്സിന് ആണും പെണ്ണും ഒന്നും ഇല്ല. ബസ്സിന് ആണും പെണ്ണും ഉണ്ട്. ബസ്സിന് ആണും പെണ്ണും ഉണ്ടെന്ന്. സാറേ ബസ്സിന് ആണും പെണ്ണും ഉണ്ട്. ഗിയർ ഉള്ള ബസ് ആണ്, ഗിയർ ഇല്ലാത്ത ബസ് പെണ്ണ്. പിന്നെ നിങ്ങളെല്ലാം കൂടെ എന്റെ ഉല്ലാസയാത്രയാണ് തകർത്താറ്. പിന്നെ നീ വീട്ടിൽ നിന്ന് ടൂർ പോയിരിക്കല്ലേ ഉല്ലാസയാത്ര മുടക്കാൻ? മൈ നെയിം ഈസ് ഉല്ലാസ്. ഞാൻ നടത്തുന്ന യാത്രയാണ് ഉല്ലാസയാത്ര. അത് തകർത്തതാണ് ഞാൻ പറഞ്ഞത്. കഷ്ടവും ആലോചിക്കണം. ഓരോരുത്തന്മാര് വന്ന് കേറി. സാറേ ഈ ബസിന്റെ ഏത് വീല് കംപ്ലൈന്റ്? അതിന്റെ ഫ്രണ്ട് വീലാണ് കംപ്ലൈന്റ്. ബാക്കി കിടക്കുന്ന 2 വീലുണ്ട്. അതിൽ നിന്നൊരു വീലെടുത്ത് ഫ്രണ്ട്. ബാക്കി 2 വീല് വേണ്ടേ? എന്തിന് സാറേ 4 വീല്? അഹങ്കാരമാണ് ബാക്കി. ഒരു വീലെടുത്ത് ഫ്രണ്ട് ഇടണം. അങ്ങനെ ഇടാൻ പറ്റില്ല. 4 വീല് വേണം. 4 വീല് വേണോ? വേണം. അപ്പൊ പിന്നെ ഒരു വീലിൽ എവിടെ പോകും? നീ അടിച്ച് വീലായി നിക്കല്ലേ, നിന്നെ എടുത്ത് കേട്ടിട്ടാ? അയ്യോ ഒരിക്കലും നടക്കൂല. ഇങ്ങനെ ഉരുണ്ടുരുണ്ട് പോയാൽ എനിക്ക് തല ഇറങ്ങും. ഓരോരുത്തന്മാര് കുടിച്ചോണ്ട് വണ്ടിക്കകത്ത് വന്ന് കേറി. അല്ലെങ്കിൽ എനിക്ക് ഇന്ന് കഷ്ടകാലമാണ്, അറിയാമോ? വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ എനിക്ക് കഷ്ടകാലം. എന്തോന്ന് കഷ്ടകാലം? എന്റെ തലയിൽ ഒരു പല്ലി വീണു. ആണോ? പല്ലി വീണെങ്കിൽ നിനക്ക് ഭയങ്കര കഷ്ടകാലമായിരിക്കും. പുല്ലിന് അപ്പം തന്നെ ഞാൻ ഒരു ഒറ്റ എറി വെച്ചു കൊടുത്ത്, അറിയാമോ? അപ്പൊ നിനക്കല്ല കഷ്ടകാലം, പല്ലിക്കാണ് കഷ്ടകാലം. ഹലോ സാറേ, ബസ് ഇപ്പഴങ്ങട്ട് ശരിയാവോ സാറേ? ഇപ്പൊ ശരിയാക്കാം. അല്ല ശരിയാവും. വർക്ക്ഷോപ്പ് മാൻ ഇപ്പൊ വരും. കഷ്ടം നോക്കി. കേട്ടെ, സന്ധ്യ കഴിഞ്ഞ് എന്ത് ചെയ്യും? സദ്യ കഴിച്ചു കഴിഞ്ഞാൽ കൈ കഴിയിട്ട് പൈസ വല്ലോണ്ട് ഒരു 500 അവരെ പാക്കറ്റ് വെച്ചു കൊടുക്കണം. സദ്യ കഴിച്ച എന്ത് ചെയ്യാന്നല്ല വെച്ചത്. സന്ധ്യ കഴിഞ്ഞ എന്ത് ചെയ്യുന്നു? ഇരുട്ട് വരും. അത് ഞാനോട് ചോദിക്കണം. ഞാൻ ഉദ്ദേശിച്ചത് സാറേ കാടല്ലേ, വല്ല വന്യമൃഗങ്ങൾ ഇറങ്ങി വരുമെന്ന് എനിക്ക് പേടി. വന്യമൃഗങ്ങൾ ഇറങ്ങില്ല. ഓ സമാധാനം ഇറങ്ങൂലല്ലോ. പക്ഷെ വന്യമൃഗം കേറും. കാടാണ്, താഴെ കാടാണ്, താഴെ കാടാണ്. അവിടെ നോക്കണോ, താഴെ കാടല്ലേ? കാടാണ് അവിടെ. സാറേ ഈ മരങ്ങൾ ഇങ്ങനെ കൂടി നിൽക്കുന്ന കാരണം എനിക്ക് കാട് വ്യക്തമായിട്ട് കാണാൻ പറ്റും. ഈ 2 മരത്തിനോടൊന്ന് മാറിയിരിക്കാൻ പറയും. അത് കാടാണ്. കാടാണ് സാർ. ഓ ഇങ്ങനത്തെ സാധനത്തിൽ നിന്ന് പിടിച്ച് വണ്ടി കേട്ടില്ലട്ടോ സാർമാരെ. എന്തൊരു കഷ്ടമാണോ എന്തോ. ഞാൻ ഒരു കാര്യം പറയാം. വെള്ളം അടിച്ചിട്ടുണ്ടെങ്കിൽ വയറ്റി കിടക്കും. വെള്ളം അടിച്ചതിന്റെ കാര്യം വയറ്റി കിട. സാർ ഒരു കാര്യം ചെയ്യും. സാർ ഇങ്ങനെ മലന്ന് കിട. ഞാൻ സാറിന്റെ വയറ്റിൽ ഇങ്ങനെ ഇഴഞ്ഞു കയറി കിടക്കാം. എന്നിട്ട് സാറിനെ ലാലി അയ്യോ പുളിയുള്ള സ്ഥലത്ത് കൊണ്ടോന്ന് വിളിയടോ. ഇവ ഭയങ്കര വെള്ളമാണ്. വെള്ളത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് KSRTC ബസ്സിൽ കുപ്പിവെള്ളം കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് എവിടെ? എടാ അത് ഓർഡർ ആയിട്ടുണ്ട്. അതിന്റെ സാങ്ഷൻ ആയി പേപ്പർ എല്ലാം ശരിയാവുമ്പോ കുപ്പി വെള്ളം കൊടുക്കും. എനിക്ക് വെള്ളം മതി. കുപ്പി എന്റെ കൈയുണ്ട്. ഇത് കണ്ട സാറേ, ഇത് കണ്ട. എന്തിനാ കാണിക്കുന്നത്? ഈ സർക്കാർ വണ്ടിക്കകത്ത് വെള്ളം അടിച്ചിട്ട് കയറാമോ? ഓഹോ, സർക്കാർ വണ്ടിക്കകത്ത് വെള്ളം ഒടിച്ചോണ്ട് കയറാൻ പാടില്ല. സർക്കാരിന് മദ്യം വിൽക്കാം, അതും കുടിച്ചോണ്ട് ബസ്സിൽ കയറിക്കൂടാ. KSRTC സ്റ്റാൻഡുകളിൽ ബീവറേജ് വരാൻ പോകുന്നു, അതും കുടിച്ചോണ്ട് KSRTC ബസ്സിൽ കയറിക്കൂടാ. ഒരു കാര്യം ചെയ്യാം, ഈ കുടിക്കണമെന്നവർക്ക് സർക്കാർ 2 ചിറവ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതും കുടിച്ചോണ്ട് ഇങ്ങനെ പറക്കാം ഇവിടെ. അപ്പൊ സർക്കാരിനങ്ങ് തടയും. വേണം. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ വിമാന സർവീസ് നിർത്തേണ്ടി വരും. കാര്യം മൊത്തം പറവകളായിരിക്കും. കാക്കയ്ക്ക് പോലും സ്പേസ് ഉണ്ടാവൂല ഇവിടെ. കുറെ നേരം കിടന്ന് സഹിക്കും. അയ്യോ പുലികളെ കാട്ടിക്കൊള്ളു. നീ ഉണ്ടാതിരിയടേ.
ഏതെങ്കിലും ലോ ഫ്ലോർ ബസ് വന്നെങ്കിലേ കേറ്റിങ് വിടായിരുന്നു. ലോ ഫ്ലോർ ബസ്സിൽ കയറ്റി വിടാന്ന്. എന്തോ വർത്തമാനം നിങ്ങൾ ഇത്രയും ഞാൻ സാറേ എന്നാണ് ഞാൻ വിളിച്ചേട്ടോ. താനെ ഒരുമാതിരി എന്നെ എന്തോ ചെയ്യണം വർത്തമാനം. സാറേ വേണ്ട സാറേ, നമ്മൾ എനിക്ക് വിദ്യാഭ്യാസമൊക്കെ കൊണ്ടറിയാമോ? ലോ എന്ന് പറഞ്ഞാൽ താഴെ, ഫ്ലോർ എന്ന് പറഞ്ഞാൽ തറ. അങ്ങനെ തറയെ കിടന്നു എനിക്ക് സൗകര്യമില്ലടാ. അത് AC ബസ്സാണ്. അതിനകത്ത് വെള്ളം കിട്ടുമോ? വെള്ളം കിട്ടില്ല. ടിക്കറ്റിന്റെ ചാർജ് ആക്കുമ്പോ വെള്ളം കുടിച്ചു. നിങ്ങൾക്കറിയാമോ എന്തോരം കഷ്ടപ്പെട്ടാണ് ഈ ബസ്സിൽ ഞാൻ വന്നത്? എനിക്കൊരു സീറ്റ് കിട്ടിയില്ല. താൻ അങ്ങനെ പറയരുത്. താൻ കേറിയപ്പോഴും ഞാൻ പറഞ്ഞില്ല ഫ്രണ്ടിലോട്ട് സീറ്റ് ഉണ്ട് പോയിരിക്കാൻ. ഫ്രണ്ടിലത്തെ സീറ്റ് ചെന്നിരുന്നപ്പോ ഈ സാറ് പറഞ്ഞത് സാറിന്റെ സീറ്റാണെന്ന്. അങ്ങോട്ട് മാറിയിടാന്ന്. എന്നിട്ട് ഞാൻ കഷ്ടപ്പെട്ട് നമുക്ക് രണ്ടുപേർക്കും കൂടെ ഒന്നിലിരിക്കാന്ന് പറഞ്ഞപ്പോ എന്റെ ഒറ്റ തട്ട്. ഞാൻ ചെന്ന് ഇവിടെ ഒരു കമ്പി പിടിച്ചപ്പോ അത് സാറിന്റെ ഗിയർ ആണെന്ന്. ഒരു സ്ഥലത്ത് പിടിക്കാൻ പറ്റൂല, അറിയാമോ? തല കറങ്ങുന്നു സാറേ. തല കറങ്ങുന്നു. തല കറങ്ങുന്നുണ്ട്. വെള്ളം ഉണ്ടായിരുന്നു. അറിവ് വെള്ളമുണ്ടോ? വെള്ളം കൊടുക്കണേ. വെള്ളമൊക്കെ തീർന്നില്ല സാറേ. ഈ കാട്ടിനകത്ത് എവിടെ നിന്ന് വെള്ളം ഉണ്ടോ? പിടിച്ചോ. വെള്ളം ആരെങ്കിലും ഇരിക്കണേ. വെള്ളം ഉണ്ടോ? വെള്ളമൊന്നും ഇനി വെള്ളമൊന്നും ഈ പണ്ടാരത്തി വെള്ളമൊന്നും കുടിച്ചാണങ്ങോട്ട്. അവിടെ വെള്ളമല്ല, ഇവിടെ വെള്ളം. അയാൾ ആ മദ്യം മുഴുവനും എടുത്ത് കുടിപ്പിച്ചത്. പിന്നെ ഇവിടെ വെള്ളം ഒരിക്കണം. ഒരു മണിക്കൂറുകൊണ്ട് ഞാൻ വെള്ളം എന്ന് പറഞ്ഞ് സാറ് ഇവിടെ വെള്ളം തന്നായിരുന്നു. ഇതാണ് നീ കൊടുക്കണത് വെള്ളം എന്ന് പറഞ്ഞിട്ട്. എന്റെ പൊന്നെ സാറേ, ഇവിടെ ഈ വെള്ളം എന്ന് പറഞ്ഞാൽ ഒരു കുപ്പി വെള്ളത്തിന് 20 രൂപയുള്ളൂ. ഇത് 360 രൂപ വെള്ളം, അറിയാമോ? ബിവറേജിൽ പോയി കഷ്ടപ്പെട്ട് ക്യൂ നിന്ന് തള്ളി എന്റെ കൊച്ചിനെ പോലെ എന്റെ ഇടുപ്പിൽ വെച്ച് കൊണ്ടുവന്ന വെള്ളം, അറിയാമോ? എന്നിട്ട് എന്നെ കുറ്റം പറയണല്ലേ? ഷെയർ തന്നെയാണ്, അല്ലെങ്കിൽ ഉണ്ടല്ലോ. ഈ ബസ്സിൽ ഞാൻ എത്രയില്ല. നാട്ടുകാരെ ഓടുക പുലി ഇറങ്ങണ പോണോ എവിടെയെങ്കിലും. ചേട്ടാ എന്തോ ചെയ്യും എനിക്ക് അറിഞ്ഞൂടാ സാറ്. ടെൻഷൻ അടിക്കണ്ട സാറേ, അവൻ പോയല്ല പിന്നെന്ത്. അയ്യോ പുലി വരേ. ബസ് എപ്പെടുക്കുന്നു പറഞ്ഞാൽ എത്ര നേരമാണ് നമ്മളിവിടെ ഇങ്ങനെ വന്നിക്കണ്. എന്റെ പൊന്നു സാറേ, ഒരാളെ പറഞ്ഞു വിടാൻ പെട്ട പാട് നമുക്കേ അറിയുള്ളൂ. ഇനിയിപ്പോ എന്തോ ചെയ്യും സാറേ? എന്തോ ചെയ്യാൻ യുമാരെ നോക്കലാണ് നമ്മളെ പണി. വെറും പണിയല്ല, 8ന്റെ പണി. അപ്പൊ അടുത്ത സ്കിറ്റിന് വേണ്ടി വരുന്നത് കിളിമാനൂർ ഡിപ്പോയിൽ നിന്ന് ബസ് കയറിയുന്ന പയ്യനാണ്. അപ്പൊ നിങ്ങൾ അവരെ നല്ലതായിട്ട് സപ്പോർട്ട് ചെയ്യണം. ചേച്ചി ബാറ്ററി ഓണല്ലേ? ഓൺ. ബാറ്ററി ഓൺ ആണെങ്കിൽ നമുക്ക് അവരെ വിളിച്ചാലോ? പിന്നെ ബിനാസ്, നന്ദു ആൻഡ് അഞ്ജന. സാറേ മൂരാച്ചി താണ്ട സ്കൂളിൽ ചുരിദാറേ ഇടും ഞാൻ ചുരിദാറേ ഇനി ഇടും ഞാൻ ചുരിദാറേ. നിങ്ങൾ എന്റെ ബാഗിൽ കയറിക്കാതാ മാനേജർ വിളിച്ച് സംസാരിക്കും മനുഷ്യ. എന്താ തലയിരിക്കുമ്പോ വാലാടണു? എന്തോന്ന് തലയായിട്ട് നീ നിൽക്കുമ്പോ വാല് ഞാൻ കിടന്ന് ആടണമെന്ന്. നിങ്ങൾ ഇത് കേക്കണം. ഇന്നേക്ക് 5 ദിവസമായി ഞാൻ എന്റെ പിള്ളേരെ ഇത് കണ്ടിട്ട്. നോണ പറയല്ലേ കേട്ടാ. ഇന്ന് രാവിലെ നമ്മളെ പിള്ളേരെ കണ്ടിട്ടല്ലേ നമ്മൾ ഇങ്ങോട്ട് വന്നത്. നമ്മുടെ പിള്ളേരെ കാര്യമാണ്, സ്കൂളിലെ പിള്ളേരെ കാര്യമല്ലേ ഞാൻ പറഞ്ഞത്. ടെസ്റ്റിന്റെ മണമില്ലാതെ എനിക്കൊന്ന് ഉറങ്ങാൻ പോലും പറ്റുന്നില്ല. അത് ശരിയാ. ടെസ്റ്ററിന്റെ മണമില്ലാത്തോണ്ട് കൊച്ചിന്റെ പാമ്പേഴ്സ് കെട്ടിപ്പിടിച്ചാണ് ഇവിടെ കിടന്ന് ഉറങ്ങുന്നത്. ചൂരലെടുക്കാത്തതുകൊണ്ട് എന്റെ കൈ വിറയ്ക്കുന്നത് കണ്ടോ? ഇന്നലെ ചൂരക്കറിക്ക് ഉപ്പ് കൂടിയതും കൊണ്ട് എന്നെ ഭിത്തി ചേർത്ത് ചിടിച്ചപ്പോ ഒരു കുഴപ്പമില്ലായിരുന്നു. മനുഷ്യ കൊറേ നേരം ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ എന്റെ ഭർത്താവല്ലേ? അതൊക്കെ നിനക്ക് ഓർമ്മയുണ്ടല്ലേ? പിന്നെ നാട്ടുകാരെന്ത് വിചാരിക്കും? എനിക്ക് ബഹുമാനം ഇല്ലെന്നല്ലേ വിചാരിക്കൂ. അതൊക്കെ നിനക്ക് അറിയാം. അപ്പം കുട്ടി പോവല്ലേ, കുട്ടി പോവല്ലേ, കുട്ടി പോവല്ലെന്ന്. അയ്യോ, ഏത് കുട്ടിയാ മിസ്സിംഗ് ആയത്? അഹമ്മദ് കുട്ടി ഐസും കൊണ്ടുപോയതല്ലേ? അല്ല, സ്കൂളിൽ ബെല്ലടിച്ചതാ. ആ മൂടങ്ങ് പോയി. ഇനി 1 മണിക്കൂർ ഉറങ്ങണമല്ലേ? സാറേ, സാറിന്റെ ഉദ്ദേശം എന്തുവാ? പറഞ്ഞില്ലേ, ഉറങ്ങണം, എണീക്കണം, ഉച്ചക്കഞ്ഞി കുടിക്കണം, വീണ്ടും കിടക്കണം. അതല്ല, ഞാൻ ചുരിദാർ ഇട്ടോണ്ട് ഇവിടെ കേറിയെന്ന് പറഞ്ഞ് നിങ്ങളെന്നെ പുറത്താക്കിയിട്ട് ഇന്നേക്ക് 5 ദിവസമായി. തിങ്കളാഴ്ച തുടങ്ങിയ സമരം വെള്ളിയായി. 2 ദിവസം ഇനിയിപ്പോ ശനി ഞായറും അവധി എടുക്കാല്ലേ? തിങ്കളാഴ്ച രാവിലെ വന്ന് സമരം ചെയ്യണം കേട്ടാ.
കഴിഞ്ഞ 5 ദിവസമായിട്ട് ഞാൻ ഇവളെ കൂടെ ഇവിടെ ഒന്ന് കുത്തിയിരിക്കുകയാണ്. എടാ നിനക്ക് നിന്റെ പെണ്ണുമ്പിളക്കും ഭ്രാന്താടാ. ഇവിടെ ഈ സ്കൂളിൽ ഇത്രയും ബാത്റൂം കെട്ടിയിട്ടിട്ടില്ലേ? അല്ലെങ്കിൽ നിനക്ക് ഇരിക്കണമെങ്കിൽ അതൊന്നും ഒരു ബെഞ്ച് എടുത്തിട്ട് ഇവിടെ വന്ന് ഇരുന്നൂടെ? ഒന്ന് സാറേ, നിങ്ങൾക്ക് എന്റെ ഭാര്യ എടുക്കാൻ പറ്റുമോ? എങ്ങനെ? നിങ്ങൾക്ക് എന്റെ ഭാര്യയെ തിരിച്ചെടുക്കാൻ പറ്റുമോന്ന്? അമ്പിളി ടീച്ചർക്ക് എന്താ പറയാന്? ഞാൻ അതിനല്ലേ സാർ കാത്തിരിക്കുന്നേ. അപ്പൊ ദൈവം അറിഞ്ഞങ്ങ് തരികയാണ്. എവിടെ പോണ്? നീ അല്ലേ പറഞ്ഞ നിന്റെ പെണ്ണുമ്പിള്ളേനെ എടുക്കണോന്ന്? എന്റെ പൊന്ന് സാറേ, ഒരു ഇത്തി പോലെ സ്നേഹം ഉള്ളിന്റെ ഉള്ളിൽ ഉള്ളോണ്ട് പറയണ്. ചെന്ന് കേറി കൊടുക്കല്ലേ തലയിലാവും. ഊത്താപ്പിക്കിരി വർത്താനൊന്നും ഇവിടെ സംസാരിക്കണ്ട. ഊത്താപ്പിക്കിരിയാ? എന്തോന്നടാ ഇത്? ശരിയാണ്, അവള് പറഞ്ഞത് ശരിയാണ്. സാർ ഊത്താപ്പിക്കിരി സംസാരമാണ് സംസാരിക്കുന്നത്. നീ ജങ്കാപ്പിങ്കിരി സംസാരം എന്റെ അടുത്ത് സംസാരിക്കല്ലേ? ഞാൻ തോന്നുന്നു നിന്റെ പെണ്ണുമ്പുള്ള ഒരു ഊത്താപ്പിക്കിരി പറഞ്ഞപ്പോ ഞാൻ ചോദിച്ചില്ലല്ലോ എന്താ പിങ്കിരി. പിന്നെ നീ എന്റെ ജിങ്കാപ്പിങ്കിരിക്ക് പിടിക്കുന്നത്? ശരി ശരി, താങ്കൾ ചിന്താപിങ്കിരി അവിടെ ഇരുന്നോട്ടെ, ഞാൻ പിടിക്കുന്നില്ല. ഗോപി നിന്റെ ചിന്താപിങ്കിരി അവിടെ ഇരിക്കട്ടെ, ഞാൻ ഗോപി സാറേ, എന്നെ പിന്തിരിപ്പിക്കാൻ പറ്റില്ല ഇതിൽ നിന്നും. അമ്പിളി ടീച്ചർ ഒരു കാര്യം മനസ്സിലാക്കണം, വാശി കാണിക്കരുത്. വാശിയാണ്, പിന്തിരിയില്ല. വാശി കാണിക്കരുത്. കാണിക്കും. ദോ നിന്റെ കൂടെ വന്ന കിഴങ്ങ് ഇറങ്ങിപ്പോയി. ദോ അവിടെ നിക്കുന്നേ അട്ടി അക്കച്ചി പിന്നെ ഇപ്പൊ പിന്തിരിഞ്ഞ് നോക്കിയതാ. പെട്ടെന്ന് മുറിരണ്ട സ്വഭാവമാ. അമ്പിളി ടീച്ചറെ, ആ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യണം. ആ 3 കഷ്ണമായിട്ട് മുറിക്കണം. എന്തിന്? നമ്മളെ 3 പേരില്ല, ആ പാവപ്പെട്ടവന് ഒരു കഷ്ണം കൊടുക്കണം. അതല്ല, അങ്ങനെ ഗുണ്ടാണെന്ന്. ഗുണ്ടേ? ആ അമ്പിളി ടീച്ചർ ഒന്ന് മാറ്. ഒരു ഗുണ്ടേനെ കണ്ട എനിക്ക് കുറെ കാര്യങ്ങൾ ചോദിക്കണം. ഉടപ്പിറന്നോനെ. ഗുണ്ട ഉണ്ടാവുന്ന എങ്ങനെയാണ്? അത് ഈ ഗോതമ്പാവ് ശർക്കര കൊണ്ട് ഇളക്കിയിട്ട് എണ്ണയ്ക്കകത്ത് ഇട്ട് കൊടുത്താൽ മതി. ഗുണ്ട ഉണ്ടാക്കുന്ന കാര്യമല്ല, ഗുണ്ട ഉണ്ടാവുന്നത് എങ്ങനെ? അത് പറഞ്ഞുതരാം. കമോൺ. വന്നില്ലേ എങ്കിൽ ഞാൻ അങ്ങോട്ട് കമ്മ. അതെ, ഇപ്പൊ ഞാൻ ഒരുത്തിന് അടിക്കാൻ ചെല്ലാന്ന് വെച്ചു. അവനാണ് അവിടെ കയ്യൂക്കെങ്കിൽ അവൻ ഗുണ്ട. അവിടെ എനിക്കാണ് കയ്യൂക്കെങ്കിൽ ഞാൻ ഗുണ്ട. ഇവിടെ സാറിന് കയ്യൂക്കൊണ്ട ഇല്ല, അപ്പൊ ഞാൻ തന്നെ ഗുണ്ട. നിന്റെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. സ്കൂളിന്റെ പടി പോലും കാണാത്ത നിന്റെ അടുത്ത് സംസാരിച്ചിട്ടേ കാര്യമില്ല. അതാണ്ട് ഒരുമാതിരി അങ്ങനത്തെ സംസാരിക്കില്ല. ഞാനും കുറെ സ്കൂളും സാറുമാരെയൊക്കെ കണ്ടിട്ടുള്ളതന്നെ. എപ്പോഴും ഇപ്പൊ ചോറും കൊണ്ടുവന്നപ്പോ ഇറങ്ങടാ, എന്റെ സ്കൂളിൽ നിന്ന് ഇറങ്ങടാ. അതാണ്ട് എന്നെ ബുദ്ധിയില്ലാത്തവനാക്കല്ലേ. എനിക്ക് ബുദ്ധിയൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് എന്നും രാവിലെ ഞാൻ സൂക്കേടൊക്കെ ശരിയാക്കുന്നത്. ഡോക്ടറാ? അല്ല പിന്നെ നീ രാവിലെ എനിക്ക് സൂക്കേടൊക്കെ മാറ്റുമെന്ന് പറഞ്ഞു. അല്ലത് ഈ പത്രത്തിൽ വരുന്ന സൂക്കേടല്ലേ, നമ്മൾ ഈ ചതുര കോളത്തിനകത്ത് നമ്പരൊക്കെ എഴുതി വിടുന്നു. മൂക്ക് പിടിച്ചാ തറ ഉറയ്ക്കും. അത് സുഡാക്കു. ആരങ്ങനെ പറഞ്ഞോ? ഞാൻ ഇങ്ങനെ പറഞ്ഞോളാം. ഇടാ, ഇതൊക്കെ പറയാൻ നീ ആരാണ്? ഞാനാ? ഞാൻ തെക്കതിലൻ ഗോപി. നീ തെക്കി നോക്കി കൂവേ, പടിഞ്ഞാറോട്ട് ഓടെ. അതെന്റെ പ്രശ്നമല്ല, വന്ന കാര്യം പണ. സാറേ, എന്നെ വെറും ബുദ്ധിയില്ലാത്തനാക്കല്ലേ. സാറ് ചോദ്യം ചോദിച്ചാൽ ഉത്തരമൊക്കെ പറയാൻ എനിക്കറിയാം. അപ്പൊ ബുദ്ധി ഉണ്ടെന്നാണ് നീ പറയണത്? അതെ. അങ്ങനെയാണെങ്കിൽ 2 ചോദ്യം ചോദിക്കാം. ചോദ്യം. AD 457 എന്ത് സംഭവിച്ചു? സാറാണ്ട് ഒരുമാതിരി അഴുക്ക വർത്തനം എന്നോട് സംസാരിക്കുന്നത്. അന്ന് നിങ്ങളുണ്ടാ? ഇല്ല. ഞാൻ ഉണ്ടാ? ഇല്ല. ഈ പറയുന്ന എന്റെ അമ്മളി ഉണ്ടാ? ഇല്ല. നമ്മൾ ആരും ഇല്ലാത്തതിന്റെ കാര്യത്തെ പറ്റി നിങ്ങൾ സംസാരിക്കാൻ പറഞ്ഞു. ഒന്നുമില്ലെങ്കിൽ നിങ്ങളൊരു സാറല്ലേ, അത് ആ മര്യാദ കാണിക്കട്ടെ. അമ്പിളി ടീച്ചറെ, ചെറുക്കൻ പറഞ്ഞ ശരിയാണ്. അല്ലപ്പ എന്റെ കയ്യിലാണ് തെറ്റ്. ഞാൻ ചോദിക്കാൻ പാടില്ല അല്ലേ? വേറെ ചോദിക്കാം. അങ്ങനെയാണെങ്കിൽ ഐസക് ന്യൂട്ടന്റെ തലയിൽ ഇടുത്തി വല്ല വീണ? എടാ, ആപ്പിള് വീണപ്പോ എന്ത് സംഭവിച്ചു? പുള്ളി മാറിയിരുന്ന് കാണും. ഇല്ലല്ലാതെ നിങ്ങളെ തലയിൽ ഒരു ആപ്പിൾ വന്ന് വീണാ നിങ്ങൾ വീണ്ടും അവിടെ തന്നെ ഇരിക്കും. ഇല്ല, ഞാൻ അതുപോലെ തന്നെ പുള്ളി മാറിയിരുന്നു. എടാ, ഭൂഗുരുത്ത ആകർഷണമാണ് കണ്ടുപിടിച്ചതെന്ന്. അത് തെറ്റാണ് സാറേ. അത് എനിക്ക് ഈ ഗുരുത്താകർഷണം പല സമയത്തും കിട്ടാറില്ല. നിനക്ക് എപ്പോഴാണ് ഇത് കിട്ടാത്ത? ഇവളെ ഇന്ന് കവളി പടലിന്റെ മണ്ടയ്ക്ക് അടി കൊള്ളാൻ സാറേ, ഇതല്ലാതെ വേറെ എന്ത് പ്രശ്നമാണ് സാറേ എനിക്കുള്ളത്? അമ്പിളി ടീച്ചറെ, നിങ്ങളെ കുറിച്ച് കുറ്റങ്ങൾ മാത്രമേ ഉള്ളൂ. 8C പഠിക്കണ കുറ്റം കുട്ടപ്പന്റെ മോൻ ടീച്ചറെ കുറിച്ച് കംപ്ലൈന്റ് പറഞ്ഞിട്ടുണ്ട്. ആ ചെറുക്കന്റെ അച്ഛന്റെ പേരെന്തെന്ന് പറഞ്ഞ? കുറ്റം കുട്ടപ്പായി. അന്തേരെ പേര് തന്നെ ഇത്രയും വലിയ കുറ്റം കിടക്കണം, പിന്നെ ചെറുക്കന് കുറ്റം പറയായിരിക്കും. എന്തായാലും അത് വിട്. നിങ്ങൾ ഇവിടെ ക്ലാസ് സമയത്ത് പിള്ളേരെ വെച്ച് റീൽസ് എടുക്കാറില്ലേ? അത് എന്റെ എന്റർടൈൻമെന്റിന് വേണ്ടിട്ട്. ഞാൻ ടീച്ചറിന്റെ കൂടെ എത്ര കാലം കൊണ്ട് പറയണ് നമുക്കൊരു കൊളാബ് ചെയ്യാന്ന്. എനിക്കും വേണ്ട ഒരു എന്റർടൈൻമെന്റ്. 5 വർഷമായി ഞാൻ ഇവള് കല്യാണം കഴിച്ചിട്ട്. ഞാനും ഇൻസ്റ്റേ കുറെ റീലൊക്കെ ചെയ്യുന്ന തന്നെ. ഇന്നവരെ എനിക്ക് ഇവളൊരു കൊളാബ് വന്നിട്ടില്ല. നീ ഇൻസ്റ്റാ റീൽ ചെയ്യോ? പിന്നെ എന്റെ റീല് കണ്ടിട്ടില്ല? എന്റെ പച്ചപ്പുള്ള സാറ് കണ്ടിട്ടില്ല? പച്ച തെറി ഞാൻ വിളിക്കും, മാറിയില്ല. സാറേ, എന്റെ പച്ചപ്പുള്ള കണ്ടോ? അടിപൊളിയാണ്. കാണിക്കട്ടാ? കാണിക്കും. പച്ചപ്പുള്ള 5 പേരൽ 5ക്കും 10ക്കും വില സെഞ്ച മുന്താനെയിൽ തോർത്തു കൊടുത്ത് അങ്ങോട്ട് ഇങ്ങോട്ട് ഞാൻ നടന്ന. നീ എവിടെയെങ്കിലും ഇറങ്ങി പോടാ. ബാക്കിയുണ്ട് സാറേ. ബാക്കി ഞാൻ മറന്നു സാറേ. അതുകൊണ്ട് അങ്ങോട്ട് പോയി ആലോചിക്കും. അമ്പിളി ടീച്ചറെ, സാരി ഉടുക്കാതെ ഇവിടെ കയറാൻ പറ്റൂല സാറേ. എന്നാലും അത് അങ്ങനെ പറഞ്ഞ എങ്ങനാ സാറേ? ഒരു കോംപ്രമൈസും ചെയ്യാൻ പറ്റൂല. ഞാൻ ഇവിടത്തെ മാനേജർ.
അടി ഇടിയും കലത്ത് വെച്ച് വിടിയെ വെടുത്ത് വെച്ചാ പോക്കിരി പൊങ്കൽ പോക്കിരി പൊങ്കൽ പൊങ്കൽ പൊങ്കൽ. എങ്ങനെയുണ്ട് സാറേ എന്റെ പച്ചപ്പുള്ള? പച്ച മടലി വെട്ടി അടിക്കണോടാ നിന്നെ, പച്ച മടലി. ചിരട്ടനെ മുട്ട് ഞാൻ ചവിട്ടി പൊട്ടിക്കും ഞാൻ. ടീച്ചറെ സാരി ഉടുത്തോണ്ട് വരാൻ പറ്റോ ഇല്ലേ? സാറേ ഉടുത്തോണ്ട് വരണം സാറേ പ്ലീസ് സാറേ. അവിടെ ഇവിടെ നിനക്കെന്തടാ? വേറൊരു സാധനം ഉണ്ട് സാറേ. അതെന്തോന്നു? അത് സാറിന് അടിപൊളിയായിട്ട് വർക്കാവും. സാറേ അടിപൊളിയായിരിക്കും അത്. വേറെ സാധനം അറിയും നിന്നെ ഞാൻ. അറിയോന്ന് വെച്ചാ അമ്മച്ചാണ് അറിയും. അമ്പളി ടീച്ചർ പേടിച്ചാ? പേടിക്കേണ്ട കാര്യമില്ല. ഗോപി ശബ്ദം ഉണ്ടാക്കരുത്. ശരി, അതെന്തുവാ ശബ്ദം ഉണ്ടാക്കല്ലേന്ന് പറഞ്ഞു. ഇത് ചത്താ ഇത്. മാപ്പിളയും മണ്ടാട്ടിയും കൂടെ കൊല്ലാതിരുന്നാ അത് ചത്തിട്ടില്ല. ഇത്ര നേരം എന്റെ കുറ്റങ്ങളല്ലേ? എന്റെ ഏതെങ്കിലും നല്ല കാര്യം പറ സാറേ. അതിന് ടീച്ചർ ഈ സ്കൂളിന് വേണ്ടി എന്തോ നല്ല കാര്യം ചെയ്ത്. അപ്പൊ സാർ അറിഞ്ഞില്ലേ ഇവിടെ യൂത്ത് ഫെസ്റ്റിവൽ നടന്നപ്പോ ഞാനല്ലേ പിള്ളേരെ ഓട്ടം തുള്ളൽ പഠിപ്പിച്ചത്? അമ്പിളി ടീച്ചർ ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ തുള്ളിക്കൊണ്ട് ഓടണതല്ല ഓട്ടം തുള്ളൽ. അങ്ങനെയാണ് കരകാട്ടം ആടിയതോ? അന്നാണ് ഈ നാട്ടിലെ ജനങ്ങൾ ഇവിടത്തെ കര അറിയാതെ കിടന്ന് ഓടിയത്. സാറേ ഈ സ്കൂളിലെ ഓരോ കാര്യങ്ങളും സൂക്ഷിച്ചു വെക്കാറില്ലേ? അത് ശരിയാണ്. ഉണ്ട ശർക്കരയാണെന്നും പറഞ്ഞ് ഷോർട്ട് പിട്ട് എറിയണ ബോൾ എടുത്ത് ചോറ്റോത്രത്തിട്ട് അടച്ചോണ്ട് പോയ മോളാണ് ടീച്ചർ. അതെന്തായാലും എന്താ, ചുരിദാർ ഇട്ട് പഠിപ്പിച്ചാലും സാരി ഉടുത്ത് പഠിപ്പിച്ചാലും എന്താ സാറേ കുഴപ്പം? എന്റെ പൊന്നുമുള്ള നിങ്ങൾക്ക് സാരി ഉടുത്തോണ്ട് ഈ സ്കൂളിൽ വന്ന എന്തായാലും പ്രശ്നം? എന്റെ ചേട്ടന് ഇഷ്ടമല്ല സാറേ. എടാ കണേ, എനക്കൊരു സാരി വാങ്ങിച്ചു കൊടുത്ത എന്തൊരു പ്രശ്നം? അതിൽ കാര്യമുണ്ട് സാറേ. അത് കാര്യമുണ്ട് സാറേ. അത് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളെ വൈഫ് സാരി കൊടുക്കാറുണ്ടോ? സാരി കൊടുക്കും. അപ്പൊ സാരിക്ക് പ്ലീറ്റ് ആരാണ് പിടിച്ചു കൊടുക്കുന്നത്? അവള് തന്നെ പിടിക്കും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവക്ക് സാരിയുടെ പ്ലീറ്റ് ഞാൻ പിടിക്കണം. എത്ര പിടിച്ചാലും ഒക്കൂല. എത്രയെന്ന് പോലെ സാറേ ഒരു മനുഷ്യ മുട്ടും കുത്തിയിരുന്ന് പ്ലീറ്റ് പിടിക്കുന്ന അറിയില്ല. സാറേ ഇനി എന്റെ ഭാര്യ കേട്ടോ സാറേ? പള്ളീത്തെന്ന് പറഞ്ഞാൽ മതി. അപ്പൊ ഇനി സാരി കൊടുക്കാൻ ഇതിനകത്ത് കേട്ടത്തില്ല. നടക്കില്ല. അമ്പിളി എന്താ സാരി കൊടുക്കുമെന്ന് തോന്നുന്നില്ല സാറേ. ഓടാ കിഴങ്ങ. അമ്പിളി എന്താ നമുക്ക് പോയിട്ട് നാളെ വരാം. സാറിന് ഇന്നത്തെ മൂടത്ര ശരിയല്ല. ഓയ് നിങ്ങൾ എന്ന് പോയിട്ട് വന്നാലും എന്റെ ഇത്രേ ഉള്ളു, ഇതേ കാണാൻ പറ്റും. സാറേ നിങ്ങൾ രണ്ടുകൂടെ എന്നെ ഇട്ടിങ്ങനെ പ്രാന്ത് പിടിപ്പിക്കല്ലേ? നിങ്ങൾ രണ്ടിന്റെ ഇടയിൽ ഞാൻ പ്രാന്താ വേണം. ഓ സ്കൂളിൽ വന്ന് ചൂടാവാ. കൺട്രോൾ വേണം ജീവിതത്തിൽ. കൺട്രോൾ വേണം. കൺട്രോളിലെ ജീവിക്കാൻ പാടുള്ളൂ. സാറിന് ഭയങ്കര കൺട്രോൾ വേണം. പിന്നെ ഞാൻ വീട്ടിലും നാട്ടിലും സ്കൂളിലൊക്കെ ഭയങ്കര കൺട്രോൾ ഉള്ള മനുഷ്യനാണ്. ഭാര്യ ആശുപത്രിയിൽ 9ാമത്തെ പ്രസവിച്ചു കിടക്കുന്നു. കൺട്രോൾ. അമ്പിളി സാറിന് അതിന്റെ അർത്ഥം അറിഞ്ഞൂടാ കേട്ടാ. നീയും നിന്റെ പെണ്ണും പിള്ളേം കൂടെ ഇവിടെ വന്ന് കുറെ നേരം കൊണ്ട് ഷോ കാണിക്കുന്നു. ഈ കെട്ടിപ്പൊക്കെ എന്റെ സ്കൂളിൽ എന്റെ ചോര നീരുവാടാ. നീര് പറഞ്ഞത് ഓക്കെ, ഞാൻ സമ്മതിച്ചില്ല. ഇതിനകത്ത് എവിടെ ചോര? എന്റെ നീരും നിന്റെ ചോരയും അതുപോലെ മതി. ഗോപി ഓ സാറേ ഇതല്ലാതെ വേറെ എന്ത് പ്രശ്നം സാറേ ഇനി എന്നെ കേറ്റാൻ? ഒരു പ്രശ്നത്തിനും കൂടെ തീർപ്പ് കൽപ്പിച്ചിട്ട് ടീച്ചറിനെ ഞാൻ ഇവിടെ എടുക്കാം. എന്തുവാ? ഈ സ്കൂളിൽ വരണ മുട്ടയും പാലും നിങ്ങൾ കൊണ്ടുപോകുന്നതായിട്ട് ഇവിടെ അറിവുണ്ട്. ഓ ഈ മുട്ടയും പാലും ആർക്കുള്ളതാണ്? പിള്ളേർക്കുള്ളത്. എന്റെ വീട്ടിൽ കിടക്കുന്ന എന്തൊരു പിള്ളേരല്ലേ? ചുരിദാർ ഇട്ടെന്ന് പറഞ്ഞാലും സാരി ഉടുത്തെന്ന് പറഞ്ഞാലും നന്നായിട്ട് പഠിപ്പിക്കുന്നുണ്ടോ നോക്കിയാ പോരെ? അതാണ് സാറേ. സാറേ മാതാ പിതാ ഗുരു ദൈവം എന്നല്ലേ? അവിടെയും ഗുരു കഴിഞ്ഞിട്ടല്ലേ ദൈവത്തിന് സ്ഥാനമുള്ളു. അത്രയും വലിയൊരു സ്ഥാനമുള്ള സ്ഥാനം നിങ്ങൾ അലങ്കരിച്ചു വെച്ചിട്ട് എന്നോട് ഇതൊക്കെ നിങ്ങളല്ലേ സാറേ പറഞ്ഞു തരേണ്ടത്? എന്ത് കഷ്ടം സാറ് പോയി. പോയാ ഇത്രയും കിടിലൂടെ? ഞാൻ നേരത്തെ പറഞ്ഞാൽ മതിയായിരുന്നു. 9 മിനിറ്റ് സ്കിറ്റ് കളിച്ച് വെറുതെ സമയം കളഞ്ഞു. നേരത്തെ പൈസ വാങ്ങിച്ച് എപ്പോഴേ വീട്ടിൽ പോയിരുന്നു. ഓ നിന്റെ പെണ്ണും പിള്ളേരെ പ്രശ്നത്തിന് ഒരു പരിഹാരം എന്റെ കയ്യിലുണ്ട്. എന്താ സാറേ അത്? വിട്. വീണ്ടും സാരിയാ സാറേ? എത്രയെന്ന് പറഞ്ഞു സാറേ? എനിക്ക് വലിയ പ്ലേറ്റ് പിടിക്കായി. 15,000 രൂപയുടെ സാരിയാണ്. അയ്യേ ഇങ്ങട് ഇത് കൊടുത്തോണ്ട് പെട്ടെന്ന് ക്ലാസ്സിൽ കയറി പഠിപ്പിച്ച ടീച്ചർ. അയ്യോ ഇന്ന് പറ്റത്തില്ല സാറേ. അതെന്ത്? ഇന്ന് എനിക്ക് ലീവ് വേണം. 15,000 രൂപയുടെ സാരി വാങ്ങിച്ച് കയ്യിൽ വെച്ചിട്ട് ലീവ് വേണോന്നാ? ഓ പിന്നെ ഈ സാരി വെട്ടിത്തേച്ച് ചുരിദാറാക്കാൻ മിനിമം ഒരു ദിവസങ്ങളിൽ വേണ്ടേ സാറേ? അത് വേണം സാറേ. വിളിച്ചോണ്ട് ഇറങ്ങടാ. അപ്പൊ ഇവക്കുള്ള ജോലി ബിനാസ് നമുക്ക് ഓൾറെഡി അറിയാം, നമ്മുടെ കൂടെ ജോയിൻ ചെയ്ത് പിന്നെ സ്കിറ്റൊക്കെ പെർഫോം ചെയ്തതാണ്. പക്ഷെ ഇത്തവണ ബിനാസ് വന്നപ്പോൾ 2 പേരെ പുതിയതായിട്ട് കൊണ്ടുവന്നതാണ്. സോ വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ് നന്ദു ആൻഡ് അഞ്ജന. എങ്ങനെയുണ്ടായിരുന്നു ഇവിടുത്തെ ഒരു എക്സ്പീരിയൻസ്? കൊള്ളാം, വളരെ നന്നായിരുന്നു. ആയിവാ അഞ്ജന ആൻഡ് നന്ദു, സൂപ്പർ. വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്.
നന്നായി ചെയ്തു. നല്ല ബോഡി ലാംഗ്വേജ് രണ്ടുപേരും. ഓക്കെ, സൂപ്പർ. നീ ഇത്രയും നാൾ എവിടെയായിരുന്നു നന്ദു? എനിക്ക് എന്തറിയോ, നമുക്ക് കൊതി തോന്നുന്നത് സ്കിറ്റ് കളി കാണുമ്പോൾ ഭയങ്കര രസമായിരുന്നു. നീ മുന്നേ എവിടെയെങ്കിലും പെർഫോം ചെയ്തിട്ടുണ്ടോ? പുതിയ ഒന്നും എനിക്കറിയില്ല. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നതെന്ന് തോന്നുന്നു. നമ്മൾ ആദ്യമായിട്ട് ഗംഭീരമായിരുന്നു. നീ പാരിപ്പള്ളി പിന്നെ എനിക്ക് മാഷിനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. മാഷെ നല്ല ബോഡി ലാംഗ്വേജ്, നന്നായി ബോഡി യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിൽ വെച്ച് നിങ്ങൾക്ക് ചെയ്യാനുള്ള എല്ലാ രീതിയിലും മുന്നോട്ടും ബെൻഡ് ചെയ്തു, പുറകോട്ടും ബെൻഡ് ചെയ്തു, സൈഡിലും പോയി. ആ വടിയാണോ മെലിഞ്ഞിട്ട് അല്ലാതെ മാഷാണോ മെലിഞ്ഞിട്ട്, ആകെ മൊത്തം പ്രശ്നമായിരുന്നു. പക്ഷെ എന്തായാലും അസാധ്യമായിട്ട് ചെയ്തിട്ടുണ്ട്. പ്രോപ്പർട്ടി ഇല്ലെങ്കിലും ബിനാസിന്റെ ബോഡി അങ്ങ് ബിനാസിന്റെ ഒരു പ്രോപ്പർട്ടിയാണ്. അഞ്ജന നന്നായിട്ട് ചെയ്ത് പറയണല്ലോ. അപ്പൊ നിങ്ങൾ 3 പേരും കിടിലായിട്ട് ചെയ്തു. ഞങ്ങൾ എല്ലാരും നന്നായിട്ട് ചിരിക്കുകയും ചെയ്തു. ആ ചിരിയുടെ റിസൾട്ട് ഇപ്പം ബാറ്ററിയിൽ കാണാം. അങ്ങനെ ഒരു ചടങ്ങുണ്ട്, അറിയാലോ. ഇനി നമുക്ക് ആ ചടങ്ങിലേക്ക് പോയാലോ? എക്സൈറ്റഡ് ആണോ? അഞ്ജനയ്ക്ക് എന്തെങ്കിലും ഒരു ഫിഗർ ഉണ്ടാവും മനസ്സിൽ. എന്താ അഞ്ജന, എന്താ പ്രതീക്ഷിക്കുന്നു? ഉദ്ദേശം പറഞ്ഞോ? പ്രതീക്ഷിക്കുന്നില്ല. ഒന്ന് കണ്ട് ഇവിടെ പെർഫോം ചെയ്യണോന്ന് ആഗ്രഹം. അപ്പൊ പൈസ വേണ്ട. എന്നാലും ഒരു എമൗണ്ട് പറഞ്ഞേ. നിങ്ങൾ നിങ്ങളുടെ ഈ ഒരു സ്കിറ്റിന് എത്രയാണ് പ്രതീക്ഷിക്കുന്നതെന്ന് പറ. 50. ആ കോൺഫിഡൻസ് അത് ചിരിക്കാനുള്ളത്, അത് അവന്റെ കോൺഫിഡൻസ് ആണ്. അല്ല, അപ്പൊ നമുക്ക് നോക്കാം. പണമൊഴുകണ കടി പറന്നിറങ്ങേണ്ട ചിരി ചിരി പല ചിരി താളത്തിൽ ഞാൻ ഒരാൾ 50 പറഞ്ഞ് നിന്നാണ് 35. അപ്പൊ പറ, മനസ്സിൽ എത്രയായിരുന്നു വിചാരിച്ചത്? അല്ല, എനിക്ക് എന്ത് കിട്ടിയാലും അത്രേ ഉള്ളൂ. സൂപ്പർ സൂപ്പർ അഞ്ജന. ചേച്ചിമാരെ ബസ്സിൽ പറയും പോലെ ബാക്കി 15 അടുത്ത സ്കിറ്റ് തരാം. ഇതിപ്പോ തന്നെ ഈ പൈസ കിട്ടും കൈയോടെ. അങ്ങനെയാണ്. നമ്മുടെ ബാങ്ക് ഓഫ് ബോംബെ ആണ് ശ്വേത ചേച്ചി. ഇപ്പൊ ട്രാൻസ്ഫർ ചെയ്യുവേ. 35,000 രൂപ. അപ്പൊ തുടക്കം ഗംഭീരമായി. ഇനി അങ്ങോട്ടേക്ക് കിടിലമായിട്ട് മുന്നേക്ക് വരാം. പിന്നെ ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ് അഞ്ജന. ഓൾ ദി ബെസ്റ്റ് നന്ദു. KSRTC കയറി സ്പീഡ് ലിമിറ്റ് ഒക്കെ കൺട്രോൾ ചെയ്ത് നാട്ടുകൂട്ടം വന്നിറങ്ങി. ആ നാട്ടുകൂട്ടത്തെ ചിരിപ്പിക്കാനായി നമ്മുടെ കോമഡി മാസ്റ്റേഴ്സ് ബസ്സിൽ കയറി ഓവർ സ്പീഡിലൂടെ വന്നിറങ്ങാൻ വേണ്ടി പോവാണ് ഷജീർ ആൻഡ് വിഷ്ണുപ്രിയ. ഹലോ അച്ഛാ, ഞാനിപ്പോ കൊച്ചിയിലെ കോച്ചിങ് സെന്ററിൽ കൊച്ചിങ്ങൾക്ക് കോച്ചിങ് കൊടുത്തോണ്ടിരിക്കുവാ. അച്ഛൻ ഇങ്ങനെ കൊച്ചു വർത്തമാനം പറഞ്ഞ് എന്നെ കൊച്ചാക്കല്ലേ. വെച്ചേ അവള് വിളിക്കുന്നുണ്ട്. ഹലോ, എന്നാ അടി? അമ്മ കുളിമുറി വീണെന്നാ? അന്നെടുത്ത് നോക്കി നിന്നാ? എടുത്ത് മാറ്റി കിടത്ത്, ബാക്കിയുള്ളവർക്ക് കുളിക്കണ്ടേ? എന്റെ ദൈവമേ, ഇവിടെ കോച്ചിങ്ങിനുള്ള പിള്ളേരൊന്നും വന്നില്ലേ? ഓരോരുത്തർ ഇവിടെ റെഡിയാകാൻ പോയിട്ടുണ്ടല്ലോ. എടാ ചിഞ്ചിലേഷേ, എന്നാടാ കുത്തിക്കാന്ന് ഇറങ്ങി വന്ന പുട്ട. എടാ നീ എന്ത് കോലമാടാ ഇത്? കണ്ടിട്ട് പേടിച്ചില്ലേ? പിന്നെ ഈ കോലം കണ്ടിട്ട് ഞാനും പേടിച്ച്. ആ പാന്റിങ് എതിർത്തോ? ഞാൻ തരത്തില്ല. ഇതിന്റെ മൂട് കീറിയിരിക്കും. അത് കുഴപ്പമില്ല, ഇത് എടുത്തിട്ട് താന്ന്. എടാ, നിനക്ക് ആ പെണ്ണിനെ ഇഷ്ടമാണെന്നുള്ള കാര്യം അവക്കറിയാവോ? അവൾക്കറിയൂല, പക്ഷെ എനിക്കറിയാലോ. അവക്ക് ഒരേ ഒരു നിർബന്ധമേ ഉള്ളൂ. അവള് കല്യാണം കഴിക്കാൻ പോകുന്ന ചെക്കന് ഷട്ടിൽ കളിക്കാൻ അറിഞ്ഞിരിക്കണം. അതാണ്, അതെനിക്ക് കളിക്കാൻ അറിയൂലെന്നാ പറഞ്ഞത്. നീ ഒരു കാര്യം ചെയ്യ്, അവളോട് നീ മര്യാദക്ക് പെരുമാറണം. ഒരാൾക്കും ഒരു ഉപദ്രവത്തിനും ബുദ്ധിമുട്ടിനും പോകാറില്ല. എല്ലായിടത്തും മര്യാദയ്ക്ക് ഞാൻ പെരുമാറാറുള്ളൂ. ഒരാളെടുത്ത് അങ്ങനെ പോകാത്ത ഒരാളാ ഞാൻ. ഇത് ആരോടാ ഈ പറയണത്? അവളോട് മര്യാദയ്ക്ക് പെരുമാറണമെന്ന് പറഞ്ഞു. ആ കുട്ടിയോടല്ല, ആ കുട്ടിയുടെ മുമ്പിൽ നീ ഒന്നും കാണിക്കരുതാ. ഒന്നും ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്തായാലും കാണും. ഞാൻ കാര്യം പറട്ടെ, കൈ ഇങ്ങനെ പൊക്കി കഴിഞ്ഞാൽ പൊക്ക് വരെ കാണാം. കഴിഞ്ഞ ദിവസം ഞാൻ കിടന്നുറങ്ങിയപ്പോഴേ എന്റെ പെങ്ങടെ കൊച്ച് ഒരു ഉറുമ്പിനെ കൊണ്ടുവന്നിട്ട് പൊക്കിന്റെ ഉള്ളിട്ട് പറയണേ, ഇത് ഗുണാക്കേവാണെന്ന് പറഞ്ഞിട്ട് പറയാം, സുഭാഷേ ലൂസ് അടിക്കണം. ഇപ്പോഴും സുഭാഷ് ഗുണാക്കേവിന്ന് വന്നിട്ടില്ല. എന്തൊക്കെ കാണിച്ചേ? ഇതെന്നാ ക്യാരംസ് ബോർഡിലെ കുഴിയാ? അതാ ഞാൻ പറഞ്ഞത്, ശരിയാവില്ല. അത് നിർത്താൻ എങ്ങോട്ട്? എടാ, നിനക്ക് ആ പെണ്ണിനെ വേണ? എനിക്ക് പെണ്ണിനെ വേണം. അങ്ങനെയാണെങ്കിൽ നീ ആദ്യം ഈ ബോക്സിന്റെ അകത്ത് കയറി നിൽക്കുക. ഇത് കൊറേ ബോക്സ് ഉണ്ടല്ലോ. ഇതാണ് കോർട്ട്. അപ്പൊ ആയിരിക്കണൊക്കെ അത് ജഡ്ജിയാണ്. ബഹുമാനപ്പെട്ട കോടതി, എന്റെ അമ്മാവനാണ് എന്നെ പറ്റിച്ചോണ്ട് ഞങ്ങളുടെ സ്ഥലങ്ങൾ മൊത്തം എഴുതി മേടിച്ചത്. കോടതി ഇടപെട്ടിട്ട് എന്തെങ്കിലും ഒരു നീക്ക് പോക്ക് ഉണ്ടാക്കണം. അത് ബഹുമാനപ്പെട്ട കോടതിയിൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിനക്ക് കുറഞ്ഞ തൂക്കുകയറെങ്കിലും കിട്ടും. ഇവിടെ നീ നന്നായിട്ട് പെർഫോമൻസ് ചെയ്ത് കഴിഞ്ഞാൽ ജഡ്ജി നിനക്ക് 50,000 രൂപ തരും. എന്താ മോത്തൊരു ജാലിയതാ? 75,000 കൊടുക്കാന്ന് ഇവിടെ കുറെ നാളായിട്ട് പറ്റിച്ചോണ്ടിരിക്കും. കൊടുത്തിട്ടില്ല. എപ്പോഴെങ്കിലും തരാം കേട്ടോ, എപ്പോഴെങ്കിലും തരാം. അവള് വരുന്നുണ്ട്, അവള് വരുന്നുണ്ട്.
ഞാൻ കണ്ടു. എന്നെ എവിടെ വെച്ചത് ആദ്യമായിട്ട് കാണുന്നത്? നീ തന്നെ എന്നാ കളിക്കാനായിട്ടാ വിളിച്ചത്? ഷട്ടിൽ ബാറ്റ് കളിക്കാൻ. അല്ലാണ്ട് കൊച്ചി രാജാവിന്റെ സിനിമാ സ്പൂഫ് കളിക്കാനല്ലല്ലോ. അല്ല, നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. കുട്ടി പറ. തന്നെ ആദ്യമായിട്ട് കണ്ടത് ഊളംപാറ വെച്ച്. കുട്ടി എനിക്ക് വേണ്ടിട്ട് ഒരു ഉപകാരം ചെയ്യണം. ചോദ്യത്ത് കുറച്ച് വഴിപാട് എഴുതിച്ചു തരണം. സൂര്യനാരായണ വർമ്മ. എന്താ ഈ കാണിക്കണെന്താ? നിനക്കൊക്കെ കാവ്യമാധവനും ദിലീപും കളിക്കാമെങ്കിൽ ഞാൻ അറ്റ്ലീസ്റ്റ് ഒരു ജഗതിയെങ്കിലും കളിക്കട്ടെ. ഇത് ഇങ്ങനെയാണെങ്കിൽ തെറ്റിപ്പോടാ മൊത്തം. മര്യാദ അതെ ഈ സ്കിറ്റ് എങ്ങനെ തെറ്റിക്കഴിഞ്ഞാൽ ഇയാളുടെ തലേ വെക്കാട്ടോ. സ്കിറ്റ് കളിക്കും. നിനക്ക് ഷട്ടിൽ അറിയാൻ പാടില്ലെങ്കിൽ വേണ്ട. ടെന്നീസിനെ പറ്റി അറിയാവോ? അറിയാം. അഭിരാമി ഒരു കാര്യം മനസ്സിലാക്കണം. എല്ലാം കഴിഞ്ഞെങ്കിൽ അഭിരാമി പറയണം എന്തായിരുന്നു എന്റെ വേഷം. ടെന്നീസ് നിരഞ്ജനെ കാണുന്ന മുന്നേ ഞാൻ ടെന്നീസിനെ കണ്ടെങ്കിൽ ഞാൻ ടെന്നീസിനെ മാത്രമേ കല്യാണം കഴിക്കുള്ളൂ. നിരപരാധിയായ 6 പേരെയാ ഞാൻ ബോംബെറിഞ്ഞ് കൊന്നത്. സമ്മർദ്ദത്തിനെയും മോഹൻലാലി. ഇത് സമ്മർ പാലസിലെ ഡ്രാക്കുളയാണിത്. വെറുതെ ഞങ്ങൾക്ക് സമ്മർദ്ദം തരല്ലേ? പറയേണ്ടത് ഇല്ല. ഞാൻ ബാക്കി പിടിച്ചോളാം. ആക്ച്വലി ഈ ഷട്ടിൽ ബാറ്റ് തന്നെ വേണം എന്ന് പറയാൻ നിർബന്ധം എന്താ? എന്റെ പപ്പയാണ് ശരിക്കും എന്നെ ഈ ഫീൽഡിലേക്ക് കൊണ്ടുവന്നത്. പപ്പ എവിടെയാ? പപ്പ ഇപ്പൊ ഓസ്ട്രേലിയ സിഡ്നിയിലാണ്. അതിപ്പോ നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും ഉള്ളതാണല്ലോ. എന്ത്? കിഡ്നി. സിഡ്നി. സിഡ്നി. തന്റെ ഡാഡി എവിടെയാ? ചുണ്ടിന് താഴെ. അത് തന്റെ താടി. തന്റെ ഡാഡി എവിടെയാണ്? ട്രെയിനിലാണോ ഡാഡി? അല്ല, ഞാൻ പറയട്ടെ. എന്റെ ഡാഡി ഞാനല്ല. അതല്ല ഞാൻ പറയട്ടെ, പറഞ്ഞോട്ടെ. എന്റെ ഡാഡി എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഓസ്ട്രേലിയയിലെ ഉൾഗ്രാമമായ ക്യാഫിഫ്യ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. ഓസ്ട്രേലിയയിൽ ഉൾഗ്രാമൊക്കെ ഉണ്ടോ? ഉൾഗ്രാമില്ലാത്ത നാടുണ്ടോ? കൊടുങ്ങല്ലൂർ ഉണ്ടല്ലോ, എറാകുളം, പടാകുളം, മേത്തല, അങ്ങനെ എല്ലാ നാട്ടിലും ഉൾഗ്രാമങ്ങളൊക്കെ ഉണ്ട്. പൊക്കത്താനോ? നിനക്ക് ഇത്രയും ക്വാളിഫിക്കേഷൻ ഉണ്ടായിരുന്ന ലോകരാജ്യങ്ങൾ മൊത്തം നിനക്കറിയാല്ല. ലോകരാജ്യോ? അവര് കാഫി ഫീ എന്ന് പറഞ്ഞു. പണ്ടത്തെ നസീറിന്റെ സത്യന്റെ സിനിമ ഉണ്ടോ? അതല്ല, ആ സിനിമയ്ക്ക് അത് വെടി വെക്കുമ്പോൾ ഒരു സൗണ്ട് ഉണ്ട്. ക്യാഫിയ ക്യാഫിയ. അതിന്റെ കൂടെ ചേർത്തു ക്യാഫിഫിയ ക്യാഫിഫിയ എന്നാക്കി. വേറെ കൂടുതൽ സംസാരിക്കാൻ കേട്ടോ. പിന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തു. എനിക്ക് നെറ്റ് പ്രാക്ടീസ് ഉണ്ടോ? ആണോ? നെറ്റ് പ്രാക്ടീസാ? ഇന്ന് നെറ്റ് റീചാർജ് ചെയ്തിട്ടുണ്ടേ. ഞാൻ മരത്തള്ളി പോയിട്ട് കണ്ട പെമ്പിളോട്ട് ചാറ്റ് ചെയ്യും. അതാണ് ഈ നെറ്റ് റീചാർജ്. പോലെ ഒരു മിനിറ്റ്. എന്താണ്? എനിക്ക് മുള്ളണം. എവിടെ മുള്ളേണ്ടത്? എന്റെ നെഞ്ചത്ത് ഒഴിച്ചു. അതിനൊരു സൗകര്യം ഉണ്ടോ? അറ്റാച്ച്ഡ് ആണ് ഇത്. അതിൽ എനിക്ക് എവിടെയൊന്നും മുള്ളണമെന്ന്. എത്ര കാലമായി ശരിക്കും തുടങ്ങിയിട്ട്? ഇപ്പഴാ തുടങ്ങിയത്. ഇപ്പോഴോ? ഞാനൊക്കെ ശരിക്കും കുഞ്ഞുനാള് തുടങ്ങിയതാ. എങ്ങനെ പിടിച്ചു ഇത്രയും ആള്? അതൊക്കെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് അല്ലേ? ഇതിന് സ്പിരിറ്റ് ഒക്കെ ഉണ്ടോ? പിന്നെ മുട്ടി നിന്നാ മതി. മുട്ടിട്ടാ നിക്കണതേ. മുട്ടുന്നുണ്ടെങ്കിലേ ശരിക്കും പറഞ്ഞാൽ നെറ്റി കൊള്ളാണ്ട് നോക്കണം. പണ്ട് കുഞ്ഞിലെ ഞാനും എന്റെ കുറെ കൂട്ടുകാരന്മാരും കൂടി ബെറ്റ് വെക്കും. എന്നിട്ട് മതിലിന്റെ പക്കത്ത് കൂടെ എന്ന് പറഞ്ഞിടും. ഇതുവരെ ഒരു തുള്ളി പോലും നെറ്റി കൊണ്ടിട്ടില്ല. താനെന്താ ഉദ്ദേശിച്ചത്? ഉള്ളണ കാര്യം. ഇത് ഞാൻ ഷട്ടിൽ കളിക്കണ കാര്യമാണ് ഉദ്ദേശിച്ചത്. എന്റെ മുമ്പിൽ നാണം കെട്ടു. പെണ്ണിന്റെ മുമ്പിൽ നാണം കെട്ടേ. നാണം കെട്ടു. നാണം കെട്ട് കുഞ്ഞുല്ല. അനിവായ. എനിവേ, എന്താണ് പേര്? എന്റെ പേര് ചഞ്ചൽ. എന്റെ പേര് ചിഞ്ചിൽ. ചിഞ്ചിൽ? ചഞ്ചലും ചിഞ്ചിലും. ചിഞ്ചിലും ചഞ്ചലും. ചഞ്ചലും ചിഞ്ചിലും. ചിഞ്ചിലും ചഞ്ചലും. ചഞ്ചലും ചിഞ്ചലും. ചിഞ്ചിലും ചഞ്ചലും. ചഞ്ചലും ചിഞ്ചലും. ചിഞ്ചിലും ചഞ്ചലും. ചഞ്ചലും ചിഞ്ചലും. ചിഞ്ചിലും ചഞ്ചലും. ഇത് തൊപ്പിയാണോ ചിഞ്ചിലമേളാണോ? ശരിക്കും കൊഞ്ചല. കൊഞ്ചലോ? താൻ ഭയങ്കര കൊഞ്ചലാണോ? ശരിക്കും ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ചോദിക്കൂ. താൻ അണ്ടർ 30 ആണോ 30 എബോ ആണോ? അണ്ടർ 30 ആണോ 30 എബോ ആണോ? അണ്ടർ 95. എന്റെ ദൈവമേ, 95 വയസ്സുള്ള മുതുക്കനാണോ താൻ? വയസ്സാണ് ചോദിച്ചത്. ഞാൻ കേട്ടത് സൈസ് ആണെന്നാണ്. വയസ്സ് 35. 35 ഉണ്ടോ? കുറയ്ക്കണോ? കുറയ്ക്കാൻ പറ്റോ? കുറയ്ക്കാൻ പറ്റോന്നല്ല, കുറയ്ക്കാൻ പറ്റോന്ന്. തനിക്ക് വേണ്ടി ഞാൻ എന്തും കുറയ്ക്കാൻ തയ്യാറായിട്ട് നിൽക്കുവാണ്. ശരിക്കും തനിക്ക് ഷട്ടിൽ മാത്രമാണ് അറിയുന്നത്? ബാസ്കറ്റ്ബോൾ അറിയോ? കഴിഞ്ഞ ആഴ്ച ലീവിന് നിന്നിട്ടില്ല, പോയോളൂ. കുറെ അണ്ടിപ്പരി മുന്തിരിപ്പ തന്നായിരുന്നു. ബാസ്കറ്റ് ബോള്. ബാസ്കറ്റ് ബോൾ അറിയോന്ന്? ആ മറ്റേ പൊട്ടിയ ബക്കറ്റിനകത്തേക്ക് മറ്റേ ബോൾ എന്ന പരിപാടി. ബാസ്കറ്റ് ബോളിനെ പറച്ചില് കേട്ടോ. എന്താ സംഭവം അറിയാമോ? എനിക്ക് ഈ ബാസ്കറ്റ് ബോൾ ഒന്നും അറിയാൻ പാടില്ല. എനിക്ക് ആ കൂടി അറിയാം. ഷട്ടിൽ ബാറ്റ് അറിയാം, ടെന്നീസ് അറിയാം, ബാഡ്മിന്റൺ അറിയാം. അപ്പൊ ഷർപ്പാവയുടെ പെർഫോമൻസിനെ പറ്റി എന്താ പറയാനുള്ളത്? എനിക്ക് റിസർപ്പാവയുടെ പെർഫോമൻസിനെ കുറിച്ചാണ് പറയാനുള്ളത്. പിന്നെ വിരൽത്തും എന്നെ മറുവിൽത്തും ഞാൻ മരിയ ഷർപ്പാവയുടെ കാര്യം ചോദിച്ചത്. എനിക്കറിയാൻ പാടില്ലേ മരിയ ടർപ്പായ? ഇയാളെന്താ പറഞ്ഞത്? ഷർപ്പാവ ടർപ്പായ. ഞാൻ പ്രാസം വെച്ചൊരു കോമഡിക്ക് വേണ്ടി. ഈ ഷർപ്പാവോ $700 കടം മേടിച്ചിട്ട് അമേരിക്കയിൽ പോയി കളിച്ച പെണ്ണാ. ഇവിടെ 70 രൂപ കടം മേടിച്ചാൽ ഞാൻ ഇങ്ങോട്ട് കളിക്കാൻ വേണ്ടി. ഒന്നുമില്ല. എന്നാ പിന്നെ പറഞ്ഞു നിൽക്കാണ്ട് തനിക്ക് ഗെയിം കളിക്കാം. നമുക്ക് ഗെയിമൊക്കെ കളിക്കാം. സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ടോ തനിക്ക്? പിന്നെ ഞാൻ കേരളത്തിൽ പോയി കേരളത്തിന് വേണ്ടി കളിച്ച പെണ്ണല്ലേ? കേരളത്തിന് വേണ്ടി കളിച്ച പെണ്ണല്ലേ? ഞാനൊക്കെ ഉണ്ടല്ലോ അങ്ങനത്തെ അഹങ്കാരം ഒന്നും കൊണ്ടാക്കാത്ത ആൾക്കാരാ. ഞാൻ ട്രോഫിക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട്, സോപ്പ് പെട്ടിക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട്. കേരളത്തിന് വേണ്ടി ഇതുവരെ കളിച്ചിട്ടുണ്ട്. ഇനി അഥവാ കേരളം അങ്ങനെ സമ്മാനമായിട്ട് കിട്ടിയാൽ ഞാൻ വീട്ടിൽ വെക്കാൻ സ്ഥലമില്ല. ആകെ 2 സെന്റ് തല മാത്രമേ ഉള്ളൂ. അത് കൂടെ കളിച്ച ആരെങ്കിലും അഴിഞ്ഞു പോയതായിരിക്കും. എടുത്തു വെക്കാണ്ട് അവർക്ക് കൊടുക്കില്ല. നാണക്കേടാണ്. സമ്മാനമായിട്ട് സ്വർണം കിട്ടുന്നതാണ് പറഞ്ഞത്. പിന്നെ തനിക്ക് ഇഷ്ടപ്പെട്ട ഷോട്ട് ഏതാ? ക്രിക്കറ്റാ? ഫുട്ബോള്? വോളിബോളാ?
നീന്തലാണല്ലേ? ഏർപ്പന്ത്? ഇതെന്താണോ കളരിയാ? എല്ലാം എല്ലാമാ? എല്ലാം എനിക്കിഷ്ടം, എല്ലാം ഇഷ്ടം. വേറൊരു കാര്യം, ഞാൻ ആക്ച്വലി ഒരു കാര്യം പറഞ്ഞോട്ടെ തന്റെ അടുത്ത്. എനിക്ക് ഈ ഷട്ടിൽ ബാറ്റിനേക്കാൾ കൂടുതൽ ഇഷ്ടമുള്ള കളി എന്താ അറിയാമോ? എന്താ? ഹോക്കി. അത് മറ്റേ കൊടുങ്കാറ്റല്ലേ? അത് ഹോക്കി, ഇത് ഹോക്കി. എന്തായാലും നല്ല ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പ് മാറ്റുന്ന കാര്യം നമ്മൾ സംസാരിക്കേണ്ടത്, മനസ്സിലാവും? തന്റെ പല്ലിന്റെ ഗ്യാപ്പ് കൊണ്ട് എന്റെ മുഖത്തേക്കാണ് കാറ്റടിക്കണത്. അതാണ് കുഴപ്പം. ചുമ്മാ ഞാൻ ഒച്ചത്തി പേപ്പറൊക്കെ വയ്ക്കുമ്പോ പേപ്പറൊക്കെ പറന്നു പോണത്. ഞാൻ എന്റെ വീട്ടിൽ അച്ഛനടുത്ത് പറഞ്ഞു നമ്മുടെ വീട്ടുപേരെങ്കിലും മാറ്റാന്ന് പറഞ്ഞു. കേട്ടില്ല? എന്താ തന്റെ വീട്ടുപേര്? ഹൗസ്. അതൊക്കെ പറ, അവരൊക്കെ പറന്നു പോകും. അയ്യോ സോറി 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 സോറി. എന്ന് പിന്നെ നമുക്ക് തുടങ്ങാം. ഞാൻ ആദ്യം സർവ് ചെയ്യാം. അല്ല എന്താ പറഞ്ഞു? നമുക്ക് തുടങ്ങാന്ന്. ഗെയിം തുടങ്ങാം. നമുക്ക് കുറെ ഡയലോഗ് കണ്ടിട്ട് അവസാനം പ്ലേ കൊണ്ടിട്ടാ പോരെ? അതിന്റെ ആവശ്യമില്ല. താനിവിടെ എന്തിനാ വന്നത്? ഞാൻ ഇവിടെ കളിക്കാൻ. കളിക്കാനല്ലേ? എന്നാ ഗെയിം തുടങ്ങിയിട്ട് മതി. കുറച്ച് കണ്ട് കളിച്ചാ പോരാ, നമുക്ക് കുറച്ച് താൻ അങ്ങോട്ട് പോടൂ. കളിക്കണം നിർബന്ധമാണ്. പിന്നെ കളിക്കണ്ടേ? കളിക്കാം. താനിതിന് എന്റെ കോട്ടി വന്നിട്ട് അപ്പുറത്തെ കോട്ടി പോ. നമുക്ക് ഇവിടെ നിന്ന് കളിക്കാം. ഇവിടെ ഒന്ന് നമ്മൾ രണ്ടുപേരും ഇങ്ങനെ കളിക്കോ? ഇവിടെ തന്റെ കോട്ട അത് അപ്പുറത്ത് പോ. എന്തോ കഷ്ടം. എടോ അത് നെറ്റാണ്. ഓക്കെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ഇതൊക്കെ ഉണ്ടായിരുന്നു. ഹലോ, സ്റ്റാർട്ട് ചെയ്യാം. റീസ്റ്റാർട്ടിങ്. ഹലോ ഒരു സ്റ്റാർട്ടിങ് കൂടി. എന്ത് സ്റ്റാർട്ടിങ്ങാ? ഇത് കൊള്ളാം, നല്ല സ്റ്റാർട്ടിങ്. റീസ്റ്റാർട്ടിങ് ആവണ്ടട്ടോ. മതി, ഇനി സ്റ്റാർട്ടിങ് ആയിട്ട് അപ്പുറത്ത് പോടോ. ഗെയിം വേണ്ട, സ്റ്റാർട്ടിങ്ങാ നല്ലത്. സ്റ്റാർട്ടിങ് മതി, ഇനി തന്റെ സ്റ്റാർട്ടിങ് കൂടണ്ട് കുറച്ച്. ശരി, ഇത് ഭയങ്കര പാറട്ടെ ഈ സാധനം. ഓക്കെ, ഞാനൊന്ന് നിക്കട്ടെ. അയ്യോ ഈ മൂടുള്ള പ്രാവിന്റെ ഉടനെ എന്തി? ഇതാണ് കോർക്ക്. ഞാൻ പറഞ്ഞൊന്നും മനസ്സിലാവില്ലേ? ഞാൻ തമാശ പറഞ്ഞോളൂ. സംഭവം ഉണ്ടല്ലോ, ഈ സ്പോർട്സിൽ ഏറ്റവും കൂടുതൽ ത്യാഗം സഹിക്കേണ്ട ഒരു ഐറ്റമാണ് ഈ സാധനം. എത്രയൊക്കെ നമുക്ക് ചന്തിക്കിട്ട് തട്ടിയാലും പിന്നെ കളിക്കാൻ വേണ്ടി വരുന്നേ. അത് വിടും. അപ്പൊ ആദ്യ സർവീസ് ഞാനാണേ. അപ്പൊ ഞാൻ സെൻസസ് എടുക്കാം. എന്ത്? താൻ സർവ് ചെയ്യുമ്പോ ഞാൻ സെൻസസ്. ഞാൻ ഫസ്റ്റ് കളി തുടങ്ങാന്നാ പറഞ്ഞത്. അങ്ങനെയാണ് പറഞ്ഞത്. ഓക്കെ, തുടങ്ങിക്കോ. തുടങ്ങാം. ഓക്കെ. ഐഷാൻ. ആമിന. താൻ ഐഷാന്ന് വിളിച്ചു, ഞാൻ ആമിനാന്ന് വിളിച്ചു. ഇനി ഫാത്തിമ ഉണ്ട്, ജമീല ഉണ്ട്, ഡയാൻ ഉണ്ട്, ആലീസ് ഉണ്ട്, എലീൻ ഉണ്ട്, ഷേദ് ഉണ്ട്. ഞാനൊരു ആവേശത്തിന്റെ പുറത്ത് പറഞ്ഞു പോയതാണ്. ആണോ? തനിക്ക് മനസ്സിലാവില്ല ഞാൻ പറഞ്ഞത്. എന്താണ്? ഞാൻ തമാശ പറഞ്ഞത്. ശരിക്കും ഷട്ടിൽ കളിക്കാരനാണ് അത് കോമഡിക്കാരനാണ്? ഷട്ടിൽ കളിക്കാനായിരിക്കും നമ്മൾ തമാശ പറഞ്ഞു, നല്ല രസമുള്ളൂ സംഭവം. എന്റെ കോമഡി ഇത്തിരി കൂടുതൽ. സോനെ തൊട്ടിലാട്ടി ഉറക്കണേണോ താൻ കോർക്കിന? ഇത് വെച്ച് വീശിട്ട് കാറ്റുണ്ട് ഉറക്കം വരുന്നു. താൻ എവിടെയും കിടന്ന് ഉറങ്ങിക്കോ, അതാ നല്ലത്. താൻ എവിടെയും കിടന്ന് ഉറങ്ങിക്കോ. ശരിക്കും എന്തിനാ വന്നത്? ഞാൻ കളിക്കാൻ. ആണല്ലോ, കളിക്ക്. എന്തോ സാധനം പറയുന്നത് എന്താ? ഐ ലവ് യു. ഓടി പറമ്പിൽ പോയിട്ട് നീ. ഞങ്ങളുടെ നാട്ടിലൊക്കെ അങ്ങനെ എന്ത് കളിച്ചു കഴിഞ്ഞാൽ എതിർവശത്തെ ടീം പോയിട്ട് അവിടെ പോയി പറക്കണം. ഞാൻ ആദ്യം ആ കോർക്കിന്റെ മൂട്ടിട്ട് ഈ ബാറ്റ് കൊണ്ടൊന്ന് തട്ടണം, എന്നാലേ കോർക്ക് പോവുള്ളൂ. ഇത് കൊണ്ടിലിറങ്ങുന്നത്. ഇല്ല. അയ്യോ സോറി. ഇയാളെന്താ അരിയാട്ടാൻ വന്നേക്കണ ഇവിടെ? എക്സസൈസ്. ഇതാണ് എക്സസൈസ്. എടാ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, തനിക്ക് ശരിക്കും ഷട്ടിൽ എന്താണെന്നറിയാവോ? അതെന്താന്നറിയോ? നിങ്ങളുടെ കോച്ചില്ലേ, പുള്ളി പുട്ടും മീൻകറിയും കൂട്ടി ഉണ്ടാക്കിയത്. ബെസ്റ്റ്. ഒരു കാര്യം പറയാം, ആ ഒരു കാര്യം മാത്രം എന്നോടും ആയിരിക്കണം ചേച്ചിമാരോടും മാത്രം പറയരുത്. 24 മണിക്കൂറും രാവെന്നോ പകലൊന്നോ ഇല്ലാതെ എല്ലാ സ്ഥലത്തേക്കും ഷട്ടിൽ സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് ഞങ്ങൾ. ഇപ്പൊ എല്ലാവർക്കും ഷോപ്പുണ്ടല്ലേ. ഷട്ടിൽ നടത്തുന്ന കാര്യമല്ല ഞാൻ ചോദിച്ചത്, തനിക്ക് ഷട്ടിൽ കളി എന്താണെന്നറിയാവോന്ന്? എന്റെ അടുത്തേ, ഹലോ മിസ്റ്റർ, ഈ ബാറ്റ് പിടിക്കാൻ അറിയാവോ? കൈയടിക്കാൻ അറിയാവോ? അറിയാം. ഒരുത്തൻ ഇവിടെ കിടന്ന് പട്ടിയെ പോലെ കളിക്കുമ്പോ ജസ്റ്റ് ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു ഞാൻ നന്നായിട്ട് കളിക്കൂലേ. സംഭവം എന്നെ പറഞ്ഞാ മതി. താൻ എനിക്ക് ഷട്ടിലൊന്നും കളിക്കണ്ട. തനിക്ക് ഷട്ടിൽ കളിക്കാൻ അറിയാൻ പാടില്ലെന്നും താൻ ഇവിടെ എന്തിനാ വന്നേന്നൊക്കെ എനിക്ക് മനസ്സിലായി. ഇവിടെ ഒരു പെണ്ണിന് ഇഷ്ടമാണെങ്കിൽ അത് മുഖത്ത് നോക്കി പറയാനുള്ള ധൈര്യം വേണ്ടേ? അതെങ്ങനെയാണ്? തനിക്ക് ഷട്ടിൽ ബാറ്റ് കളിക്കുന്ന ആൾക്കാരിൽ ഇഷ്ടമുള്ളൂ, അതുകൊണ്ടാണ്. അല്ല, ഷട്ടിൽ കളിക്കുന്ന ആൾക്കാരെ എനിക്ക് ഇഷ്ടമെങ്കിലും തന്റെ ഹ്യൂമർ സെൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടമായി. എനിക്ക് എന്നെ ഇഷ്ടായ? അയ്യോ, ഇതിങ്ങനെ ഇരുന്നാ? ആക്ച്വലി ഇഷ്ടപ്പെട്ടു.
ഇഷ്ടപ്പെട്ടു. ഒരു കാര്യം പറയട്ടെ, എന്റെ പപ്പ ഓസ്ട്രേലിയയിൽ നിന്ന് നാളെ വരുന്നുണ്ട്. താൻ നാളെ രാവിലെ ഒന്ന് പപ്പനെ ഒന്ന് കാണ്, നമ്മുടെ കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കും. ഓക്കെ അല്ലേ? ഞാൻ പോട്ടെ. ഹലോ, ഷോട്ട് അടിച്ചു പോണോ? 2 ഷോട്ട് ഒന്ന് പോയടോ. എനിക്ക് ബെസ്റ്റ് ഇഷ്ടപ്പെട്ട കുറെ ഷോട്ടുകളുണ്ട്, അത് വേണമെങ്കിൽ കാണിക്കാം ഞാൻ. എന്താ ചെയ്യാ, ഇതിനും വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും നാള് ഷട്ടിൽ ബാറ്റിന്റെ പുറകെ നടന്നത്. അവൾക്ക് കളി എന്ന് പറഞ്ഞ കുഴപ്പമില്ല, എന്നെ ഇഷ്ടമുണ്ട് അവൾക്ക്. എന്റെ ഡാഡി കാഫിഫിയുള്ള ഡാഡിയോടൊന്ന് വരാൻ പിന്നെണ്ടല്ലോ, വരുമ്പോ സ്റ്റിക്ക് എടുക്കണേ. സ്റ്റിക്കാ? എന്ത്? ചേട്ടൻ ഭയങ്കര ഹോക്കി പ്ലെയർ ആണെന്നല്ലേ പറഞ്ഞത്? എന്റെ പപ്പ ശരിക്കും ഭയങ്കര ഹോക്കി പ്ലെയർ ആണ്. എന്റെ പപ്പ എന്നെ ഹോക്കി കളിച്ച് തോപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കാര്യം ഓക്കെ. ഹോക്കി ഓക്കെ അല്ല? ഓക്കെ 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 ശരി, ഞാൻ വരാം. അതെ, ഈ ഹോക്കി എന്ന് പറഞ്ഞ എന്താണ്? വിഷ്ണുപ്രിയ ഷജീർന്ന് മാത്രം പറഞ്ഞപ്പോഴേ മൂന്നാമതൊരാളാ വന്നിട്ട് വൻ ക്യാമിയോ എന്നൊക്കെ പറഞ്ഞിട്ട് ഫുൾ ഉണ്ടായിരുന്നു. ഏതെങ്കിലും സിനിമയില് ക്യാമിയോ റോളിനെ ആദ്യമേ പ്രസന്റ് ചെയ്യോ? ഇല്ല, ശരി. പകുതിയിലല്ലേ, സിനിമ തീർന്നിട്ടല്ലേ നമ്മൾ അറിയൂ. അതാണ് പ്രവീൺ ചേട്ടൻ. അവിടെ ചേച്ചിമാർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അല്ലേ ചേച്ചി? എല്ലാരും വൻ കയ്യടിയായിരുന്നു കേട്ടോ. ചേച്ചിമാർക്ക് ഷട്ടിൽ അറിയാവോ? കളിക്കുന്നവരാണോ? അവർക്ക് ഷട്ടിൽ ട്രിപ്പ് കഴിഞ്ഞിട്ട് സമയം വേണ്ടടാ. വേറെ കാര്യമുണ്ട് കേട്ടോ, നിങ്ങൾക്ക് അറിയാത്തൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. കുട്ടിയെങ്കിലും KSRTC കിട്ടിയതാ. പിന്നെ സീരിയസ് ആയിട്ട് അവന് കാറ്റടിച്ച ഛർദി അതുകൊണ്ട് പോയില്ല. ഞാൻ കാറ്റടിച്ചാലും ഛർദി, പുള്ളി വാറ്റടിച്ചാ ഛർദി. അത് നന്നായിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ച് നമുക്കത് ക്ലോസ് ചെയ്യാം. ഇനി നമുക്ക് ബാറ്ററിയിലേക്ക് പോവാം. എന്ത് പറയുന്നു ചേച്ചി? ഇവരെല്ലാരും അസാധ്യം ആക്ടേഴ്സ് ആണ്. ഐ റിയലി എൻജോയ്ഡ് ഇറ്റ്. ആ എൻഡിങ് ഭയങ്കര എന്തൊരു ഭയങ്കര ഷജീർ നല്ല അമ്പിളിക്കുട്ടനാണ്. ചുറ്റുമണി. But whatever said and done, super. Super. ബാറ്ററി എങ്ങനെയാണെങ്കിൽ എത്രത്തോളം ചാർജ് കയറി എന്നുള്ളത് നോക്കിയാലോ? നോക്കാം. കരനിറയെ പണമൊഴുകണ കളി പറന്നിറയേണ്ട ചുരി ചുരി പല ചുരി ദുരിതമുണ്ടന താളത്തിൽ ഞാൻ വിഷ്ണുപ്രിയക്കാണ് സമാധാനമായത്. ഇത്തവണ കയ്യിലൊന്നും എഴുതി വെച്ചില്ലേ? എന്നെ എവിടെയായിരുന്നു? ഇന്ന് ഫോണിലായിരുന്നു. ചേച്ചി ആ 30,000 rupees ഒന്ന് ഇട്ടുതരാവോ? ക്രെഡിറ്റ് ആയി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ നമുക്ക് വീണ്ടും അടുത്ത സ്കിറ്റിൽ കണ്ടുപിടിക്കും. ഓക്കെ, ഈ 75,000 രൂപ അൺലോക്ക് എന്നുള്ള വാക്ക് ഇപ്പോഴും പറഞ്ഞു സ്കിറ്റില്. ചെയ്ത് കാണിക്കണേ. ഞങ്ങൾക്ക് കൈയടിക്കാനുള്ള അതിന്. ഇനി ഇതിലെ ബെസ്റ്റ് പെർഫോമറിനെ നമ്മൾ ഇനി തെരഞ്ഞെടുക്കാൻ പോവുകയാണ്. ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പ് ഇന്നത്തെ മെയിൻ ആരാണ് ശ്വേത ചേച്ചി? ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പ് ഇന്നത്തെ മെയിൻ, നോ ഡൗട്ട്. സർപ്രൈസ് അങ്ങനെ ഒരു പുതിയ പ്രോഡിജി, ഒരു പുതിയ ഒരു ഇൻവെൻഷൻ, പുതിയ ഒരു ആർട്ട്, പുതിയൊരു ആർട്ടിസ്റ്റ്, ഭയങ്കര ക്രിയേറ്റിവിറ്റി. പിന്നെ ഷജീറിനെ എന്താ പറയാ ചാലഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ആള്. അങ്ങനെ ഒരുപാട് സർപ്രൈസസുമായിട്ട് വരികയാണ്. ആൻഡ് ദ വിന്നർ ഈസ് നന്ദു. നന്നായിട്ട് നന്ദു വാസ് ഒരു സർപ്രൈസ് പാക്കേജ് ആയിരുന്നു നന്ദു. നമ്മൾ പറയില്ലേ, ഒരു വേദി കിട്ടിയിട്ട് ഒരു പുതിയ ആള് വന്നിട്ട് ഇത്ര ആസ്വദിക്കുക, ആഞ്ഞ് പെർഫോം ചെയ്യാൻ, ദാറ്റ്സ് എ ബിഗ് തിങ്. ഇളകി കളിച്ചു. അതെ, കൺഗ്രാറ്റുലേഷൻസ്. ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പ് ഇന്നത്തെ മെയിൻ ഇസ് നന്ദു. സാറേ മൂരാച്ചി സ്കൂളിൽ ചുരിദാറേ ഇടും ഞാൻ ചുരിദാറേ ഇനി ഇടും ഞാൻ ചുരിദാറേ. പിന്നെ എന്റെ റീല് കണ്ടിട്ടില്ല, എന്റെ പച്ചപ്പുള്ള സാറ് കണ്ടിട്ടില്ല. പച്ച തെറി ഞാൻ വിളിക്കും, മാറിയില്ല. എന്റെ പച്ചപ്പുള്ള കണ്ടോ, അടിപൊളിയാണ്. കാണിക്കട്ടാ. പച്ചപ്പുള്ള 5 പേരൽ 5ക്കും 10ക്കും മുന്താനെങ്കിൽ തോർത്തു കൊടുത്ത് അങ്ങോട്ട് ഇങ്ങോട്ട് ഞാൻ നടന്ന. നീ എവിടെയെങ്കിലും ഇറങ്ങി പോടാ. ബാക്കി ഞാൻ മറന്നു സാറേ. അതുകൊണ്ട് അങ്ങോട്ട് പോയി ആലോചിക്കും. നമ്മള് ടീച്ചറെ സാരി ഉടുക്കാതെ ഇവിടെ കയറാൻ പറ്റൂല സാറേ. എന്നാലും അത് അങ്ങനെ പറഞ്ഞ എങ്ങനാ സാറേ? ഒരു കോംപ്രമൈസും ചെയ്യാൻ പറ്റൂല. ഞാൻ ഇവിടത്തെ അടി ഇടിയും കലത്ത് വെച്ച് വിടിയെ വെടുത്ത് വെച്ച പോക്കിരി പൊങ്കൽ. പോക്കിരി പൊങ്കൽ പൊങ്കൽ പൊങ്കൽ. എങ്ങനെയുണ്ട് സാറേ എന്റെ പച്ചപ്പുള്ള? പച്ച മടലി വട്ടി അടിക്കണോടാ നിന്നെ, പച്ച മടലി.
നിറയെ പണമൊഴുകണ കളി പറന്നിറങ്ങണ ചുറ്റി ചുറ്റി പല ചുരി ധൃതതുണ്ടന താളത്തിൽ ഞാൻ കര നിറയെ പണമൊഴുകണ കളി പറന്നിറങ്ങണ ചുറ്റി ചുറ്റി പല ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പ് നൽകുന്ന ഒരു ഗിഫ്റ്റ് ഹാമ്പറും കൂടിയുണ്ട്. കൺഗ്രാറ്റുലേഷൻ. എന്നാ തോന്നുന്നു ഈ അവസരത്തില്? സന്തോഷമുണ്ട്, വളരെയധികം സന്തോഷം. ഭയങ്കര ഇമോഷണലായി. കോമഡി മാസ്റ്റേഴ്സിൽ വിളിച്ചപ്പോ തന്നെ എന്റെ ഫസ്റ്റ് ആഗ്രഹമായിരുന്നു ചേച്ചി ഒരു ഹഗ് വാങ്ങിക്കണമെന്ന്. ഇവിടെ സ്കിറ്റ് പെർഫോം ചെയ്യണം, കിരീടം ഒന്നും അല്ല. അതിനെക്കാട്ടിലും വലിയെന്ന് പറയുന്നത് ശ്വേത ചേച്ചിയുടെ ഒരു ഹഗ്ഗാണ്. ഇവിടെ ഈക്വൽ ടു ബ്ലെസ്സിംഗ്. കൊച്ചിലെ ചെറുതായിപ്പോഴേ കാണുമ്പോഴത്തേക്ക് ചെറുതിലെ നിന്റെ ആഗ്രഹം ഇതായിരുന്നു? അല്ലല്ല, അങ്ങനെയല്ല, ചേച്ചിയുടെ ഹഗ് ഭയങ്കര ഫേമസ് അല്ലേ. ഗോൾഡൻ മൊമെന്റ്. വെരി ക്യൂട്ട്. എന്തോ മോൻ എന്താ ചെയ്യുന്നേ? എന്ത് ജോലിയാ ചെയ്യുന്നേ? ഞാൻ വർക്ക്ഷോപ്പാണ്, വലിയ വണ്ടിയുടെ ബോഡി വർക്ക്. എവിടെ സ്ഥലം? എവിടെയാ? കിഴക്കനല്ല, പാരിപ്പള്ളി. അവിടെ തന്നെയാണോ വർക്ക്ഷോപ്പ്? വർക്ക്ഷോപ്പ് അവിടെ അടുത്ത് തന്നെ, വീടിന്റെ അടുത്ത്. സൂപ്പർ. എന്തായാലും പണിയുടെ ഇടയ്ക്ക് ഇവിടെയും ഇടയ്ക്ക് വരിക, ഇതുപോലെ സ്കിറ്റൊക്കെ പെർഫോം ചെയ്യുക. സിനിമ സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ അതും നടക്കട്ടെ. സിനിമയാണോ സ്വപ്നം? അതെ. സൂപ്പർ. അപ്പൊ നമുക്ക് വീണ്ടും കാണണം, ഇതുപോലെ സ്കിറ്റൊക്കെ പെർഫോം ചെയ്യണം. ഇതോടൊപ്പം തന്നെ നമ്മുടെ ചേച്ചിമാരെ, അതെ, എനിക്ക് ട്രിപ്പ് പോകണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ള ഒരാളാണ്. പക്ഷെ നമ്മളിപ്പോ ഇവിടെ ഇങ്ങനെ സംസാരിച്ചു ഗവി പോകുന്ന കാര്യം, അതും KSRTC ബസ്സിൽ പോകണം എന്നാണ് എന്റെ ആഗ്രഹം, നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം. ശരിക്കും അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നു, ഒരു ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗമായിട്ട് KSRTCയുടെ ബഡ്ജറ്റ് ടൂറിസം ചെല്ലുന്നൊരു ഒരു സംരംഭമുണ്ട്. അതിനകത്ത് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമ്മളെ കൊണ്ടുപോയി വൈബ് സെറ്റ് യാത്രയായിരിക്കും. ഒരു തവണ വന്നാൽ പിന്നെ നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങത്തില്ല. എല്ലാ ഡിപ്പോയിലും ഉണ്ട്, അടുത്തുള്ള ഡിപ്പോ കോണ്ടാക്ട് ചെയ്താൽ മതി. അതെ ചോദിക്കാൻ വരുന്നത്. ഓൺലൈനായിട്ടും നമുക്ക് അറിയാൻ പറ്റും. ആണല്ലേ? അതെ, നിങ്ങളെല്ലാം വരണം. ഞങ്ങൾ തിരുവനന്തപുരത്ത് ഡബിൾ ഡെക്കറിൽ ഇപ്പോഴും ബസ്സിൽ കയറാറുള്ള ആൾക്കാരാ. പിന്നെ ടിക്കറ്റ് എടുക്കാറുണ്ടോ? ടിക്കറ്റ് എടുക്കും, ബാലൻസ് ചില സമയത്ത് കിട്ടാറുമില്ല. അതിനുള്ള സൊല്യൂഷനും ഉണ്ട്. ബാലൻസ് കിട്ടാത്തതിന്റെ സൊല്യൂഷൻ മാക്സിമം കൊടുത്ത് തന്നെയാണ് പോകാറുള്ളത്. പിന്നെ ഇപ്പൊ എളുപ്പത്തിന് നമുക്ക് KSRTC ട്രാവൽ കാർഡ് ഉണ്ട്, നമുക്കത് റീചാർജ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഓൺലൈൻ പേയ്മെന്റും ഉണ്ട്. ചേച്ചി, നമുക്ക് ഈ ട്രാവൽ കാർഡ് എവിടെയാണ് കിട്ടുന്നത്? എവിടെയാണ് അവൈലബിൾ ആവുന്നത്? ട്രാവൽ കാർഡ് കണ്ടക്ടേഴ്സിന്റെ കയ്യിൽ നിന്ന് തന്നെ നമുക്ക് വാങ്ങാവുന്നതാണ്. 100 രൂപ ആണ് ട്രാവൽ കാർഡിന്റെ ചാർജ് ആയിട്ട് ഈടാക്കുന്നത്. പിന്നെ നമുക്ക് അതിൽ എത്ര രൂപയ്ക്ക്, 2000 രൂപ വരെ എത്ര രൂപയ്ക്ക് വേണമെങ്കിലും ചാർജ് ചെയ്യാം. ഓരോ നമുക്ക് ഈ എമൗണ്ട് തീരുമ്പോൾ വീണ്ടും ചാർജ് ചെയ്ത് യൂസ് ചെയ്യാം. ഒരു പ്രത്യേകതയുണ്ട്. പറഞ്ഞോ? 1000 രൂപയ്ക്ക് ചാർജ് ചെയ്ത് 40 രൂപ എക്സ്ട്രാ കിട്ടും. 2000 രൂപയ്ക്ക് ചാർജ് ചെയ്ത് 100 രൂപ എക്സ്ട്രാ കിട്ടും. പിന്നെ നോ എക്സ്പയറി ഡേറ്റ്, നിങ്ങൾക്ക് അത് തീരുന്നവരെ യാത്ര ചെയ്യാം. ഒരു റിക്വസ്റ്റ് കൂടെ ഉണ്ട്. പറഞ്ഞോ ചേച്ചി. നമ്മുടെ കൂടെ അന്ന് പൊന്മുടി ട്രിപ്പ് പോയപ്പോൾ നമ്മൾ 22 പേരാണ് പോയത്. അതിൽ 10 പേർക്കേ ഇവിടെ വരാൻ പറ്റുള്ളൂ. അപ്പോൾ വരാൻ പറ്റാത്തതിൽ അവർക്കും നമുക്കും നല്ല വിഷമമുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയും പിന്നെ നമുക്ക് ഇവിടെ വരാൻ വേണ്ടി സഹായങ്ങൾ ചെയ്ത കുറച്ച് പേരുണ്ട്. പിന്നെ നമ്മളെ കിൽവാനർ ഡിപ്പോയിലെ എല്ലാവർക്കും വേണ്ടിയിട്ടും ഒരു ഹായ്. ഹലോ. അതെ, ഞാൻ മാത്രമേ ഉള്ളൂ എന്റെ ഡിപ്പോയുടെ പുനലൂര് ഡിപ്പയാണ്. അപ്പൊ എന്റെ പുനലൂര് ഡിപ്പോയിലുള്ള എന്റെ ATO സാറിനും പിന്നെ അതുപോലെ VS മാര്, SM, പിന്നെ എന്റെ എല്ലാ സഹപ്രവർത്തകർക്കും ഒരു വലിയൊരു ഹായ്. ഒരു വലിയ ഹായ് കേട്ടോ, എല്ലാവർക്കും ഹായ്. ഇനി നമ്മളെല്ലാവരും ഒരുമിച്ച് ഒരു ട്രിപ്പ് പോകുന്നതായിരിക്കും. അതിന്റെ വിഷ്വൽസ് ഒക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും ഒരു എപ്പിസോഡില്. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് താങ്ക് യു സോ മച്ച് ചേച്ചിമാരെ. താങ്ക് യു ഗൈസ്. അപ്പൊ എന്തായാലും മൈൻഡ് ചെയ്താലോ? അപ്പൊ അടുത്ത ദിവസം മറ്റൊരു എപ്പിസോഡുമായി കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ഫ്രം കോമഡി മാസ്റ്റേഴ്സ്.